ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഫുട്ബോൾ പ്ലാനറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോ നമ്മള് കഴിഞ്ഞൊരു 2 വീക്സ് ആയിട്ട് കുറച്ച് ഈ പറയുന്ന പോലെ തന്നെ ബിസി ആയിരുന്ന കാരണം നമുക്ക് സ്ട്രീമൊന്നും വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്റർനാഷണൽ ബ്രേക്ക് ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് കാരണം പിന്നെ ബാക്കിയുള്ളവരുടെ തിരക്കും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നത്. അപ്പൊ എന്തായാലും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു വീക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് എന്നുള്ളത് ഒരു ആശ്വാസമാണ്. കാരണം നമുക്ക് ഒരുപാട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയ ഷിവ്സും പിന്നെ അതേപോലെ തന്നെ കെവിനും ആണ്. ശിവ് അറിയാം, കഴിഞ്ഞ പ്രാവശ്യം ലിവർപൂളിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ സ്ട്രീമിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ കെവിൻ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ആർസണലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പൊ രണ്ടുപേർക്കും വെൽക്കം ടു ദ സ്ട്രീം. താങ്ക് യു അപ്പോ താങ്ക് യു താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ മേഴ്സി സൈഡ് ഡാബിന്ന് തന്നെ തുടങ്ങാം. ഭയങ്കര ഇവന്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. ഭയങ്കര ഇവന്റ്ഫുൾ ആയിട്ടുള്ള ഗെയിമായിരുന്നു. ഈ പറയണ പോലെ തന്നെ വളരെ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഡിസിഷൻസും കോൺട്രവേഴ്സീസും കുറച്ച് ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ എന്തായിരുന്നു ഓവറോൾ ആയിട്ടുള്ള മാച്ചിന്റെ ഒരു എന്താ പറയാ എക്സ്പെക്ടേഷനും അതേപോലെ തന്നെ മാച്ചിന്റെ റിസൾട്ട്? ശിവ. റിസൾട്ട് നോക്കുമ്പോ സാറ്റിസ്ഫൈങ് ആണെന്ന് ചോദിച്ചാൽ സാറ്റിസ്ഫൈങ് ഒക്കെ തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോ മെർസിസൈഡ് ഡാർബിയിൽ എസ്പെഷ്യലി ഇപ്പൊ ഷോണ്ടേഷന്റെ ടീമിന്റെ അടുത്തോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഹറാം ബോൾ ഫുട്ബോൾ ആയിരിക്കും, ലോങ് ബോൾ ആയിരിക്കും, അവർ ത്രോയിനിൽ ടൈം വേസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ആഷ്ലി യങ്ങിന്റെ ആ ഒരു കാർഡിന് ശേഷവും അവരുടെ ആ ഒരു ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. എന്നുവെച്ചാൽ വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്യുമ്പോഴൊന്നും പറ്റുന്നില്ല. അവർ വിങ്ങേഴ്സിനെയൊക്കെ എടുത്ത് മാറ്റി ഫുൾ കോമ്പാക്റ്റ് ആയി നിന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു റെഡ് കാർഡ് സത്യം പറഞ്ഞാൽ ആ റെഡ് സെക്കൻഡ് യെല്ലോ കൊടുക്കേണ്ടതാണോ എന്നൊരു ശരിക്കും എനിക്ക് നല്ല ഡൗട്ട് തോന്നുന്നുണ്ട്. കാര്യം അല്ല, അതൊരു നമ്മള് ഫെയർ ഇതിനു മുമ്പുള്ള പെർസ്പെക്ടീവ് ഗെയിംസിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലിവർപൂൾ ആണെങ്കിലും ഇതിനു മുമ്പുള്ള 2 ഗെയിംസിൽ ഈ പറഞ്ഞ പോലെ 10 men ആയപ്പോഴാണ് കൂടുതൽ കോമ്പാക്ട് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാനും കളി ഭയങ്കര ബുദ്ധിമുട്ടാക്കിയത്. കാരണം അതുവരെ ന്യൂ കാസ്റ്റിന്റെ കളി നമുക്കറിയാം. ലിവർപൂള് ഈ പറഞ്ഞ പോലെ 11 vs 11 ആയിരുന്ന സമയത്ത് ന്യൂ കാസ്റ്റിൽ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കളി. പെട്ടെന്ന് 10 men ആയി കഴിഞ്ഞപ്പോ ലിവർപൂളിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല. ലിവർപൂൾ ഭയങ്കര കോമ്പാക്ട് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ന്യൂ കാസ്റ്റിനുള്ള കളി എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം അതേപോലെ തന്നെയായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെ? അതെ. പിന്നെ ഒന്നാമത് അവര് 11 men വെച്ച് കളിക്കുമ്പോ തന്നെ ഷോണ്ടേഷന്റെ ടീം ഭയങ്കര ഡിഫെൻസീവ് ആണ്, ഭയങ്കര ഡിഫെൻസീവ് ഫുട്ബോളാണ് കളിക്കുന്നത്. അപ്പൊ ഇതും കൂടെ ആയപ്പോ അവര് ഭയങ്കര കോഷ്യസ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു പെനൽറ്റി അത് ഹാൻഡ് ബോൾ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഫെയർ റിസൾട്ട് ആണ്. പക്ഷെ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. കാര്യം മുമ്പത്തെ മാച്ചസിലൊക്കെ സെക്കൻഡ് യെല്ലോ കൊടുക്കും. ഇപ്പൊ ബിസൂമയുടെ കേസൊക്കെ തന്നെ അന്ന് ടോട്ടനമെന്റ് ലൂട്ടൺ ടൗൺ സെക്കൻഡ് യെല്ലോ ഒന്നും അത്ര എല്ലാ പ്രാവശ്യവും സിമുലേഷൻ ഒന്നും കൊടുക്കാറൊന്നുമില്ല യെല്ലോ. അപ്പൊ ഇത് ചിലതിന് കൊടുക്കുന്നു, ചിലതിന് കൊടുക്കുന്നില്ല. അപ്പൊ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് റെഫറിങ് ആണ്. ഒരു ന്യൂട്രൽ ഫാൻ നോക്കുമ്പോ അത് ഭയങ്കര അൺഫെയർ ആയിട്ടാണ് തോന്നുള്ളൂ. കൊണാട്ടയ്ക്ക് കൊടുത്തില്ല സെക്കൻഡ് യെല്ലോ. അത് പേടിച്ചിട്ടാണ് ക്ലോപ്പ് അപ്പൊ തന്നെ എടുത്ത് മാറ്റിയത് കൊണാട്ടേന്. അപ്പൊ എനിക്ക് തോന്നുന്നു അതെ. റിസൾട്ട് ഫെയർ ആണ്. പെർഫോമൻസ് ഓക്കേഷനെ പറയാനുള്ളൂ. കാര്യം അത്ര നല്ല പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു എവർട്ടൺ ശരിക്കും പറഞ്ഞ ഗെയിം അപ്പൊ ഡോമിനേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഗെയിം ഡോമിനേറ്റ് ചെയ്തില്ല. പക്ഷെ ലിമിറ്റ് ചെയ്തു ലിവർപൂളിന് ഒരു പോയിന്റ് വരെ. അത് വെച്ച് നോക്കുമ്പോ നല്ലൊരു ഗെയിം ആയിരുന്നു. ഈ കൊണാറ്റയുടെ ഇൻസിഡന്റിലേക്ക് തിരിച്ചു വരുമ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്രിറ്റിസിസം ഓൺലൈനായിട്ട് കണ്ടു. എന്ന് പറയുന്നത് എസ്പെഷ്യലി എടുത്ത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലോപ്പ് ആ ടോട്ടനം മാച്ചിന് ശേഷം VAR ഒഫീഷ്യൽസിനെയും റഫ്സിനെതിരെ നടത്തിയ കമന്റ്സ് ലിവർപൂളിനെ ഫേവർ ചെയ്യാനായിട്ട് റഫ്സിനെയും VAR ഒഫീഷ്യൽസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ ശിവന് അങ്ങനെ ഒരു അതിനെന്താണ് ഒരു റിയാക്ഷൻ? അല്ല, ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞപ്പോ റഫറി നമുക്ക് വേണ്ടിയാണോ പണിയെടുക്കുന്നത് ചില സമയത്ത് എനിക്ക് തോന്നിപ്പോ. കാര്യം എവർട്ടൺ ചെറുതായിട്ട് തൊടുമ്പോ വരെ ഫൗള് വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ സോഫ്റ്റ് ടച്ചിന് വരെ ഫൗള് വിളിക്കുന്നത് തോന്നി. പക്ഷെ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഇപ്പൊ കുറെ മാനേജേഴ്സ് ഇതേപോലെ പറയുന്നുണ്ട്. ഇപ്പൊ ക്ലോപ്പ് പറഞ്ഞ അത്രയും ഗ്രാവിറ്റിയിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എല്ലാ മാനേജേഴ്സും അവർക്ക് പറ്റുന്നത്, അവർക്ക് എത്രയാണോ ലിമിറ്റ് വരുന്ന അത്രയും അവർ ക്രിട്ടിസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് മാനേജേഴ്സ്. ഇത് എല്ലാ മാനേജേഴ്സും പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ എല്ലാ ടീമിനും പോലെ വരുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു മാനേജർ പറഞ്ഞതുകൊണ്ട് മാനേജറിന് വേണ്ടി ഗെയിം ചേഞ്ച് ചെയ്തൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ പക്ഷെ ബ്ലേറ്റന്റ് ആയ ഡിസിഷൻസ് ഉണ്ടായിരുന്നു കുറെ, എസ്പെഷ്യലി കൊണാട്ടയുടെ കേസിലൊക്കെ. ഓക്കെ, കെവിനോട് ഞാൻ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ്. ക്ലോപ്പിന്റെ കമന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും മിക്കവാറും. റഫ്സിനെ പറ്റിയിട്ട്
ഇതിനു മുമ്പേ ക്ലോപ്പ് പലപ്പോഴും റഫ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇപ്പോ സ്പെസിഫിക്കലി ഇതിനു മുമ്പേ നമ്മൾ ക്രിറ്റിസിസം കേട്ടിട്ടുണ്ട്. കാരണം ക്ലോപ്പ് റഫ്സിനെ പറ്റി പറയുമ്പോഴേക്കും ഒരു ലീനിയൻസി ലിവർപൂളിനെതിരെ ലിവർപൂളിന് ഫേവറബിൾ ആയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? എനിക്കൊന്ന് ക്ലോപ്പ് മാത്രമല്ല മിക്ക മാനേജേഴ്സും എസ്പെഷ്യലി ഇപ്പൊ ടോപ്പ് ലെവലുള്ള മിക്ക മാനേജേഴ്സും ആരും സാറ്റിസ്ഫൈഡ് അല്ല വിആറിനെ. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഇൻസിഡന്റ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സിറ്റിയുടെ ഗെയിമില് കോവച്ചിന്റെ ഒരു സോഫ്റ്റ് ഫൗള്, പക്ഷെ അത് ലൈക്ക് അത് സെക്കൻഡ് ഹാഫിലും ആവണ്ടായിരുന്നു, അത് റെഡ് കാർഡ് വേണ്ടായിരുന്നു. പക്ഷെ അത് ലൈക്ക് അതൊക്കെ കാണുമ്പോഴും നമുക്ക് എന്തുകൊണ്ട് അത് റെഡ് ആയിക്കൂടാ, റെഫറീസ് ഫേവറിങ് ഫോർ സിറ്റി ലൈക്ക്. അപ്പൊ പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോ ക്വസ്റ്റ്യൻ മാർക്കാണ് എല്ലാ സ്ഥലത്തും ക്വസ്റ്റ്യൻ മാർക്കാണ് നമുക്ക് വിആർ ഒഫീഷ്യൽസ് വരുമ്പോ. ഇപ്പൊ ക്ലോപ്പ് പിന്നെ ഇത്തിരി കൂടി തുറന്നടിച്ചു പറയും, നന്നായിട്ട് ഹാസ്യമായിട്ട് തുറന്നടിച്ചു പറയും. പക്ഷെ നേരത്തെ എനിക്ക് തോന്നുന്നു അർട്ടേറ്റ അതല്ലല്ലോ, നന്നായിട്ട് വിമർശനങ്ങൾ കൂടുതലും എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടതിൽ അർട്ടേറ്റ തോന്നുന്നത്. എല്ലാ സൈഡിൽ നിന്നും ഈ ഒരു വിആർ ഒഫീഷ്യൽസിന് പ്രശ്നമുണ്ട്. ഞാൻ ആരെയും എനിക്ക് തോന്നുന്നത് ഏത് റഫറി ഉള്ളത് നല്ലതെന്ന് പറയാനായിട്ട് ഒരു റഫറി പോലും നല്ലതല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ EPL. അത് പക്ഷേ ടെക്നോളജി ഇത്രയും കൂടി ഫാസ്റ്റ് ആവുക എന്നുള്ളത്, എസ്പെഷ്യലി ഒന്ന് VAR എന്തെങ്കിലും ടെക്നോളജി പുതിയതായിട്ട് കണ്ടുപിടിക്കുക. മീൻസ് ലൈക്ക് ഹ്യൂമൻ എറർ മാറ്റിയിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും ഒരു സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്യട്ടെ. അതെല്ലാം നല്ലത്. ഹ്യൂമൻ എറർ എന്നല്ല അവർ പറയുന്നത്, അവര് VAR എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് പുതിയ എന്തെങ്കിലും ടെക്നോളജി വരുത്തണം. എന്നാലും മാത്രമേ ഇപ്പൊ അതിനോടുള്ള ഒരു സാറ്റിസ്ഫൈ ആവുള്ളൂ. ഓക്കെ അങ്ങനെയാണെന്നുള്ള സാറ്റിസ്ഫൈ. ഇതിനോട് നിങ്ങൾ യോജിക്കാനുള്ളൂ. ശിവിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ലിവർപൂള് പിന്നെയും ഈ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ച് ജയിച്ചു. ആ മൊമെന്റം നമ്മൾ ഇന്റർനാഷണൽ ബ്രേക്കിലേക്ക് പോണ നേരത്തെ ഉണ്ടായിരുന്ന മൊമെന്റം പിന്നെയും ക്യാരി ഓൺ ചെയ്യാണ്. അപ്പോ പെർഫോമൻസസ് നോട്ടബിളി പ്ലേയേഴ്സിന് ഇപ്പോ സുബോസ്ലായി ആണെങ്കിലും മെക്കാലിസ്റ്റർ ആണെങ്കിലും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ്. സാല ആസ് യൂഷ്വൽ. അപ്പോ ടീം മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ സീസണിലത്തെ സെറ്റ് ബാക്സ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു കൺസിസ്റ്റന്റ് റിത്തം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ക്ലോപ്പിന്റെ ഈ ഒരു പുതിയ ന്യൂ ലുക്ക് ടീം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോ വിചാരിച്ച എക്സ്പെക്ടേഷൻസിനനുസരിച്ചിട്ട് ഇപ്പൊ ഉയരുന്നുണ്ടെന്ന് പറയാൻ പറ്റും 100%? 100% ഉയരുന്നുണ്ടോന്ന് ചോദിച്ചില്ല. ഡിഫൻസിൽ നല്ല രീതിയിലുള്ള ഫ്ലോസ് ഉണ്ട്. കാര്യം ഇപ്പൊ കൊണാട്ടയ്ക്ക് ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന മറ്റിപ്പാണ്. മറ്റിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ് മറ്റിപ്പ് വന്നു കഴിഞ്ഞാൽ. അതാണ് വേറൊരു കാര്യം. ജോ ഗോമസ് ഇപ്പൊ കളിക്കുന്നുണ്ട്. ജോ ഗോമസ് ഈ സീസൺ അത്യാവശ്യം നല്ലൊരു റീജുവിനേറ്റഡ് ജോ ഗോമസിനെയാണ് കാണുന്നത്. പക്ഷെ എന്നാലും ജോ ഗോമസിനും മറ്റിപ്പിനൊക്കെ ഒരു മൂഡ് സ്വിങ്സ് ഉള്ള പ്ലേയേഴ്സിനെ പോലെ എനിക്ക് തോന്നുന്നില്ല. കാര്യം അവർക്ക് മൂഡുള്ളപ്പോൾ അവർ നല്ലോണം കളിക്കുക, അല്ലാത്തപ്പോൾ അവർ നല്ലോണം കളിക്കാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്കൊന്ന് ഡിഫൻസ് ഒട്ടും റിലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വാൻഡൈക്ക് നല്ലോണം കളിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഒരു പണ്ടത്തെ ഒരു വാൻഡൈക്കിനെ പോലെ തന്നെ ആയി വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇപ്പൊ ഇന്നലത്തെ മാച്ചിൽ തന്നെ കാൽവർട്ട് ലൂവിനെ അനങ്ങാൻ വിട്ടിട്ടില്ല വാൻഡൈക്ക്. അപ്പം എനിക്ക് തോന്നുന്നു വാൻഡൈക്കാണ് അവിടെ ഉള്ളതിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി റിലൈ ചെയ്യാൻ പറ്റുന്നത്. കാര്യം കൊണാട്ട ഭയങ്കര ഇഞ്ചുറി പ്രോണാണ്. നല്ല ഡിഫൻഡറാണ്, പക്ഷെ ഇഞ്ചുറി പ്രോണാണ്. നമുക്കൊരു ഡിഫൻഡേഴ്സിൽ സെന്റർ ബാക്കിൽ ഒരു ബാക്കപ്പ് ഇല്ലാത്ത നല്ലൊരു ബാക്കപ്പ് ഇല്ലാത്തത് ഭയങ്കര കഷ്ടം. ഇപ്പൊ റോബർട്ട്സൺ ആണെങ്കിൽ ഇഞ്ചേർഡ് ആയി പോയി. അവിടെ കളിക്കാനുള്ള സിമിക്കാസോ അത് ഇതേപോലെ ഒരു ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് സിമിക്കാസ്. അപ്പൊ ഡിഫൻസിൽ പ്രശ്നമുണ്ട്. പക്ഷെ അതല്ലാണ്ട് നോക്കുമ്പോ ഇപ്പൊ ഒരു സ്റ്റെബിലിറ്റിയോടെ കളിക്കുമ്പോ ഇതുവരെ വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഇതേ ഫോം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഫെയർ ആൻഡ് ഗുഡ്. പക്ഷെ ഇതുവരെ സാറ്റിസ്ഫൈങ് ആണ് റിസൾട്ട്സ് ഒക്കെ. ഇപ്പൊ റെഫറീസ് കാരണം തോറ്റുപോയ കളിയല്ലാണ്ട് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് ബാക്കിയെല്ലാം ഫെയർ റിസൾട്ട്സ് ആണ്. നല്ല ഗെയിമാണ്. നല്ല എസ്പെഷ്യലി പുതിയ സൈനിങ്സ് നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നല്ല റിസൾട്ട്സ് ആണ്, നല്ല ഗെയിമാണ്. ഇതേപോലെ തന്നെ പോകുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ. പിന്നെ വീക്കെൻഡില് വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫിക്സർ ആയിരുന്നു ചെൽസി വേഴ്സസ് ആർസണൽ, ലണ്ടൻ ഡാബി. അപ്പോൾ ഷാജിയേട്ടാ, നമുക്ക് എല്ലാവർക്കും അറിയാം കളിക്ക് മുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഈ പറയുന്ന പോലെ തന്നെ എങ്ങനെയെങ്കിലും ആ കളിയിൽ നിന്ന് ഇഫ് വി കം ഔട്ട് ഓഫ് ദാറ്റ് വിത്ത് എ പോയിന്റ് ഓർ എ റിസൾട്ട് ദാറ്റ് വിൽ ബി ഫാന്റാസ്റ്റിക് ഫോർ ദിസ് യങ് സൈഡ് എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് പോയത്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് എഗെയിൻസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം മാച്ച്. കാരണം നമ്മൾ ആർസണലിനെ നല്ല രീതിക്ക് കണ്ടെയ്ൻ ചെയ്തു. അവരുടെ സെന്റർ ബാക്സിന് പൊസിഷൻ കൊടുത്തിട്ട് മിഡ്ഫീൽഡ് കംപ്ലീറ്റ്ലി പാസിംഗ് ലൈൻസ് എല്ലാം കട്ട് ഡൗൺ ചെയ്തു. പറഞ്ഞ പോലെ വിങ്ങേഴ്സ് ആയ സാക്കയും മാർട്ടിനല്ലിനെയും നല്ല പോലെ കുക്കുറയും മാലോഗുസ്റ്റവും മാർക്ക് ചെയ്തു.
ഓവറോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തത് പോലത്തെ ഒരു പെർഫോമൻസ് നമുക്ക് ചെൽസിയുടെ കയ്യിൽ നിന്ന് കിട്ടി. അത് നമ്മൾ തന്നെ ഈ പറയുന്ന പോലെ തന്നെ 77 മിനിറ്റിൽ റോബർട്ട് സാഞ്ചേഴ്സിന്റെ ഒരു മിസ്റ്റേക്കിൽ നിന്നും ആർസണൽ കളിയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. ആൻഡ് ആസ് യു നോ, ഒരു ഗുഡ് സൈഡായ ആർസണലിന് അതുപോലത്തെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വി വിൽ ഗെറ്റ് പണിഷ്ഡ്. ആ ഒരു മൊമെന്റം സ്വിങ് ആ ഒരു മൊമെന്റിൽ വരികയാണ്. അവിടെ തൊട്ട് കളി ആർസണലിന് ഫേവറബിൾ ആയി. ദേ ഹാഡ് ദ ചാൻസ് ടു ഈക്വലൈസ് ആൻഡ് ദേ ക്യാപിറ്റലൈസ് ഓൺ ദാറ്റ് ആസ് വെൽ. പിന്നെയും ഒരു ചാൻസ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ഒരു വിന്നർ അടിക്കാനായിട്ട് എഡി എൻകെട്ടിയേക്ക് തിയാഗോ സിൽവയിൽ നിന്നും ഒരു എന്താ പറയാ ഒരു ഡുവൽ ജയിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് റീച്ച് ചെയ്ത് ബോൾ കാലുകൊണ്ട് ടച്ച് ചെയ്തു. ഷോട്ട് ഓൺ ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും അത് ഓഫ് ടാർഗറ്റ് ആയ കാരണം ആ കളി അങ്ങനെ തന്നെ ഒരു 2-2 ഡ്രോയിൽ അവസാനിച്ചു. അപ്പൊ ഷാജിയേട്ടന്റെ നമ്മൾ കഴിഞ്ഞ സ്ട്രീമിലൊക്കെ ചെൽസിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഗോൾ സ്കോറിംഗ് ആയിരുന്നു, പ്ലേയേഴ്സിന്റെ ഇൻഎക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ക്ലിയർ ആയിട്ടുള്ള കഴിഞ്ഞ കുറച്ച് മാച്ചസിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വിസിബിൾ സൈൻസ് കാണാനുണ്ട്. ദാറ്റ് പ്ലേയേഴ്സ് ആർ ബൈയിങ് ഇൻ ടു ദ സിസ്റ്റം, ദേ ആർ വർക്കിംഗ് ഹാർഡ്. കഴിഞ്ഞ കൊല്ലം കാണാത്ത പോലത്തെ ഒരു എന്തൂസിയാസം അവരുടെ ഗെയിമിൽ ഓൾറെഡി വന്ന് കാണാനുണ്ട്. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന പോലെ ഒരു പെർഫെക്ഷൻ വരാൻ ഇനിയും ടൈം എടുക്കുമെന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഷാജിയേട്ടന്റെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ട് ഉയർന്നോ ഈ കളി, അതോ ഈ പറയുന്ന പോലെ വിചാരിച്ച ലെവൽ എത്തിയില്ലേ? എന്താണ് ഷാജിയേട്ടന്റെ അഭിപ്രായം? ചെൽസി ആസ് എ ഫുട്ബോൾ ക്ലബ് ഈസ് ഓൺ ദി അപ്പ് ആണ്. അത് ആ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ഒരു 3-4 കളിയുടെ റിസൾട്ടിൽ എന്തായാലും ഗ്രോത്ത് ഉണ്ട്. അത് ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെക്റ്റഡ് ആണ്. പൊച്ചറ്റിനോ പോലത്തെ ഒരു മാനേജറിൽ ഈ സീസൺ കഴിയുമ്പോഴത്തേക്ക് ഇത്രയും യങ് പ്ലെയേഴ്സ് ഡെവലപ്പ് ആവും എന്നുള്ളതാണ്. അത് ഇറ്റ്സ് ക്വൈറ്റ് എ നാച്ചുറൽ പ്രോസസ്സാണ്. അത് നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, പല ഫോറത്തിലും പല സ്റ്റേജസിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് അതിലൊരു ഡിഫറൻസിയേഷൻ ഇല്ല. ബട്ട് ആ ഒരു കൺസ്ട്രക്റ്റീവ് പോയിന്റിൽ പ്രോബ്ലി ഒരു നല്ല ഒരു ക്വാളിഫൈഡ് സ്ട്രൈക്കർ, ഐ വിൽ നോട്ട് കോൾ എ വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ. ഈ വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ എന്നൊക്കെ പറയുന്നത് പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ടു integrate as if somebody with 100 million and a 150 million payout is a world class striker. Money doesn't determine a world class striker. World class striker has to be qualified. Adana adinte oru yathartha point. Just because you spend 150 million on Victor Osimhen, Osimhen is not a world class striker. He is a world class striker because he is prolific ആണ്. അതാണ് അതിന്റെ ഒരു ശരിയായ ഒരു നറേറ്റീവ് പോയിന്റ്. സോ പ്രോബ്ലി ഐ തിങ്ക് ക്രിസ്റ്റഫർ എൻകു കൂടെ ഒരു ഇഞ്ചുറി ഒരു ഡിഫറെന്റ് ഡയമെൻഷനിലേക്ക് മാറ്റി എന്നുള്ളതാണ്. സോ വി നീഡ് എ സ്ട്രൈക്കർ. ഇത്തരം ഇഞ്ചുറീസ് ഒക്കെ റിക്കറിംഗ് ആണ്. വി കനോട്ട് സേ ദാറ്റ് ഇപ്പൊ എൻകു തിരിച്ചു വന്നാലും ഇഞ്ചുറി ഒക്കെ ആവാനുള്ള സാധ്യതയുള്ള ലുക്ക് അറ്റ് ബ്രോജ, വി ഹാവ് ബീൻ സേയിങ് ഇറ്റ്. ഇൻഫാക്ട് എന്നെ തന്നെ കുറെ ചെൽസി ഫാൻസ് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് എന്റെ പല പ്രോഗ്രാംസിലും. ഞാൻ റോജയെ പറ്റി പറഞ്ഞു, ബിക്കോസ് ഇറ്റ്സ് സച്ച് എ സിവിയർ ഇഞ്ചുറി ദാറ്റ് യു ഡോണ്ട് എക്സ്പെക്ട് ഹിം ടു ബി എ നോർമൽ പ്ലെയർ. ഈസ് ഗോയിങ് ടു സഫർ. ഈ ബ്രോജ ഇനി ഇപ്പൊ തിരിച്ചു വരാൻ പോകുന്നത് ഈ മന്ത് എൻഡാണ്. Probably in 2 weeks time. Again he will play, he will get injured, again he will play, again he will get injured. See, the problem എന്താന്ന് പറഞ്ഞാൽ there are certain injuries like that. Unfortunately, നമുക്ക് അതിലൊന്നും പറയാനില്ല. ചെൽസി ആർസണൽ ഗെയിമിൽ for Chelsea it is 2 points dropped. Let's be very clear on that point. കാരണം at home you play against one of the best teams in the league. You have a 2-0 lead. In 14 minutes you gave away that 2-0 lead. It's a 2-point drop down. അതിൽ വേറെ സംശയമൊന്നുമില്ല. പ്രോബ്ലി നമുക്ക് തന്നെ ഒന്ന് സൂതിങ് ഫീലിംഗ് കൊടുക്കാനായിട്ട് നമുക്ക് പറയാം that we are improved, we dominated, we held on to the midfield. നമ്മള് കളിച്ചത് ശരിക്കും എന്താ പറയുക, ഹൈ പ്രസ് അല്ല, ഹാഫ് പ്രസ് ആണ്. 5 പേരെ വെച്ച് കളിച്ചു. We left Declan Rice free, but we locked Jorginho. That forced Jorginho to be substituted. ഇതെല്ലാം ടാക്ടിക്കലി ബ്രില്യന്റ് ആണ്. But the fact remains that you had a 2.20 lead and you gave away that lead in 14 minutes. You don't get that chance every day. Day in, day out, week in, week out, like a chance കിട്ടത്തില്ല ഒരു വലിയ ടീമിന്. Just imagine like that. You play a Champions League game at home against PSG or Real Madrid. You have a 2-0 lead. You squander 2-2. You lose the Champions League. Who is to be blamed? You blame your team itself. അത്രയേ ഉള്ളൂ. Because those are advantages ആണ്. അതൊക്കെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു കാർഡിനലാണ്. അതൊന്നും നമ്മള് ഇതായിട്ട് പറയുന്നതിൽ കാര്യമില്ല. But the one differentiation point was too much of pressure being put on the midfield. That midfield of Enzo, Caicedo and Cole Palmer is the fulcrum. അതാണ് ചെൽസിയുടെ ഫ്യൂച്ചർ. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. That three will dominate. ഒരു ട്രയംവറേറ്റ് അത് ഡോമിനേറ്റ് ചെയ്യും. They not just Arsenal. You will find many of the teams struggling against Enzo, Caicedo, Cole Palmer. Palmer ഒക്കെ I'm still
എന്താ പറയുന്നത്, ഉറക്കത്തിൽ നിന്ന് തന്നെ അടിച്ചെണീച്ച പോലെയുണ്ട്. ഹൗ ഡിഡ് പെപ് ഗാർഡിയോള സെൽ ദിസ് ഗൈ? I mean, if I was the ഞാനൊരു അറബി ആണെങ്കിൽ ഞാൻ വിൽക്കില്ല, സത്യം പറയാം. How do you sell such a talent? And it astonishes us. അത്രയും ഗോൾ പാൽമറെ പോലത്തെ ഒരു ടാലന്റ്, because the guy is assessing the pitch. റോഡ്രി പോലെയാണ്, he's assessing the pitch. His composure is brilliant, his passing level is different range, and he's always comfortable. You put 3 players, 78ാമത്തെ മിനിറ്റിൽ 3 Arsenal player including Trossard were circling him right in the middle of the pitch, but he moves away from those 3 players and he gives a brilliant pass to the left side. Brilliant pass. Our composure on that. But how do you sell these players? I mean, these are all positive points, but you lost 2 points. 2 points പോയത് തന്നെയാണ് അതിന് മെയിൻ കാരണം. എനിക്ക് തോന്നിയത്, പ്ലേയേഴ്സ് വിൽ ഗെറ്റ് ടയേർഡ്. ഈ നമ്മളെ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഫ്രം ദ കോച്ചിങ് ആസ്പെക്റ്റിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഡിഗ്രി ഓഫ് എന്താ പറയുന്നത്, ഫിസിക്കൽ എൻഡ്യൂറൻസ് റെഡ്യൂസസ് ബൈ 60% in the last 15 minutes, especially for the defenders. അത് ഉണ്ടാവും. കാരണം you keep putting the ball. ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ് ഷാജിയേട്ട, ഈ കമന്റ് ഒന്ന് ശ്രദ്ധിക്കണം. കോണർ ഗാലഹറിനെ ഷാജിയേട്ടന് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ക്രിറ്റിസിസം. ഗ്രോ അപ്പ് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് അതിലേക്ക് റിയാക്ട് ചെയ്താൽ നന്നായിരിക്കും. കോണർ ഗാലഹറിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നത്, ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ഡിബേറ്റ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടുകാർ മുഴുവനും ലിയോ, കുറെ പേര് ഞാൻ കാണുന്നത് ലിയോ കൊള്ളത്തില്ല എന്നാണ്, പക്ഷെ കോടികൾ ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുക. സോ അതിലൊന്നും ഒരു കാര്യമില്ല. ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഹെൽത്തി ഡിബേറ്റാണ്. പറയേണ്ടത്, വി ആർ ലിവിംഗ് ഇൻ എ കൺട്രി വിത്ത് 1.5 ബില്യൺ പോപ്പുലേഷൻ. അപ്പൊ ആളുകൾക്ക് പലതും പറയുന്നിട്ട് ഞാനും പറയുന്നു, നിങ്ങളും പറയുന്നു, അത്രേ ഉള്ളൂ. ഗാലഗറിനെ ഞാൻ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്താ പറഞ്ഞാല്, ഈസ് സംബഡി ഹു കാൻ പ്രൊഡ്യൂസ് മോർ ഗോൾ സ്കോറിംഗ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. പക്ഷെ അതില്ല. ഗാലഗറിനെ എന്തുകൊണ്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത്? അത് ആദ്യം നോക്കണം. അവന്റെ വർക്ക് റേറ്റ് ആണ്, ഗാലഗറിന്റെ വർക്ക് റേറ്റ് ആണ് അവനെ ഇവിടം വരെ എത്തിച്ചത്. പക്ഷെ അത് മാത്രമല്ല ആ ഒരു കളിക്കാരന്റെ ഒരു ഇത്, ബിക്കോസ് വി ഡോണ്ട് നീഡ് ടു മെനി പ്ലേയേഴ്സ് ടു ഫോഴ്സ് ദ ഗെയിം ഇൻടു. ഗാലഗറിനെ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല. ഞാനപ്പം ഉദാഹരണം, ഇപ്പൊ കെവിൻ ഒരു ആർസണൽ ഫാൻ ഇവിടെ ഉണ്ട്. ഷാജിയേട്ടൻ സിഗ്നല് മോശമാണെന്ന് തോന്നുന്നുണ്ട്. തിരിച്ചു വരുമെന്നോ? കട്ടായി തോന്നുന്നു, സ്റ്റക്കായിട്ടിരിക്കുകയാണ്. തിരിച്ചു വരുമെന്ന് വിചാരിക്കണം. അപ്പോ ഞാൻ എന്തായാലും തൽക്കാലം കെവിനിലേക്ക് വരികയാണ്. അപ്പോ കെവിനോട് ചോദിക്കാനുള്ള ചോദ്യം ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഇപ്പോ ആർസണൽ, ഞാനിപ്പോ ജനറലി നോക്കുമ്പോ ആർസണലിന്റെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഫാൻസിന്റെ ഒരു മൈൻഡ് സെറ്റ് ഈ മാച്ചിലേക്ക് പോകുമ്പോ എന്ന് പറഞ്ഞാൽ, കുറച്ചൊരു ചെറിയ വിഭാഗം ആൾക്കാർക്ക് ഈ മാച്ചിലേക്ക് പോകുമ്പോ, ചെൽസി കഴിഞ്ഞൊരു സീസൺ ഭയങ്കര സ്ട്രഗിളിംഗ് ആയിരുന്നു, ഈ സീസൺ സ്റ്റാർട്ട് ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എന്നുള്ളതൊക്കെ ശരിയായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാച്ചും ഒരു കപ്പ് ഫൈനൽ പോലെ എടുത്തുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പോകണം. അത് കാരണം ചെൽസിനെ പുഷ് ഓവേഴ്സ് ആയി കണക്കാക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു വിഭാഗത്തിനെ ഞാൻ കണ്ടിരുന്നു. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ ഈ പറയണ പോലെ ഇതായിരിക്കണം നമുക്ക് ഈ പറയണ പോലെ ചെൽസിയുടെ മീതെ ഒരു ഈസിലി ഒരു സ്റ്റേറ്റ്മെന്റ് വിക്ടറി കിട്ടാനുള്ളൊരു ചാൻസ്. കാരണം കഴിഞ്ഞ സീസൺ നമ്മുടെ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ വന്നപ്പോ അവർ ആബ്സല്യൂട്ട്ലി ക്ലൂലെസ് ആയിരുന്നു. ഇത്തവണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കൂടി കമ്പാരിറ്റീവ്ലി ന്യൂവർ ആയിട്ടുള്ള ഒരു ടീമാണ്. അപ്പോ അത് വെച്ച് നോക്കി, പിന്നെ അത് മാത്രമല്ല സ്റ്റാർട്ടിങ് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത് കാരണം ഈസിലി അച്ചീവബിൾ ആയിട്ടുള്ള ഒരു വിന്നാണ് എന്നുള്ളതായിരുന്നു മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. കെവിന്റെ ഒരു മെന്റാലിറ്റി എന്തായിരുന്നു ഈ ഒരു മാച്ചിലേക്ക് പോകുമ്പോൾ? അതേപോലെ തന്നെ മാച്ച് കെവിന്റെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് എങ്ങനെയാണ് വന്നത്? ആക്ച്വലി ഞാൻ ഈ നിങ്ങളുടെ കഴിഞ്ഞ കൊല്ലത്തെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ചെക്ക് എവറിത്തിങ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ കളിച്ചപ്പോ 1-0 ആയിരുന്നു ഞങ്ങൾ കളിച്ചപ്പോ. ചെൽസി വാസ് അത്രം ഗുഡ് ടീം ആയിരുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ ഞങ്ങൾക്ക് ജയിക്കുമെന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷെ അത്രം ഒരു പോസിറ്റീവ് ആയിരുന്നില്ല ചെൽസി ആ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ കളിച്ചത്. ആ ഒരു പോസിറ്റീവ് തന്നെ പോയത് ഞങ്ങള് ഈ പ്രാവശ്യം പോയത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ നല്ല വിന്നിങ് മൂവ്മെന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചെറുതായി കാണുന്നുണ്ട് ഒരിക്കലും. ബട്ട് ചെൽസി ഇവിടെ ഗുഡ് പ്ലേ അഗെയിൻസ്റ്റ് ആർസണൽ. അത് ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. എസ്പെഷ്യലി ഓൺ ദി ഫസ്റ്റ് ഹാഫ് ഞങ്ങളെല്ലാരെയും ക്ലൂലെസ് ആക്കി കളഞ്ഞു എല്ലാരെയും. എസ്പെഷ്യലി സാക്കയായാലും ഓഡെഗാർഡ് ജീസസ്, ഐ തിങ്ക് ജീസസ് ഗോട്ട് എ ചാൻസ്, ബട്ട് സിൽവ അത് ബ്ലോക്ക് ചെയ്താണ്. സിൽവ ഐ തിങ്ക് 3 ചാൻസ് സിൽവ ബ്ലോക്ക് ചെയ്താണ് ഗോൾ.
അത് നല്ലൊരു അടിപൊളിയായിരുന്നു. ഞാനിപ്പോ അപ്ലോ ഈ കളവെന്ന് പറയാൻ പണിയിലിടോന്ന് ചോദിക്കും. അല്ല പോയിക്കൂടെ? കറക്റ്റ് ആണ്. അല്ല ഇപ്പൊ എന്താന്നറിയോ, എല്ലാവരും ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റ് ചെയ്യണ ഒരു പ്ലെയർ ആണ് തിയാഗോ സിൽവ. കാരണം കാരണം എന്താ പറയാ, ആൾക്കാർ നോക്കുമ്പോ എന്താ 39 വയസ്സ് പ്രായമായി, ഇയാളെ എന്തിനാ ചെൽസി ഇപ്പോഴും കളിപ്പിച്ചുകൊണ്ടിരിക്കണേ? ഇതാണ് പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിന്റെ ഉള്ളിൽ വരുന്നൊരു. കാരണം പ്രീമിയർ ലീഗ് ആണ്, വല്ല സിറിയ അതുപോലത്തെ വല്ല ലീഗൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും ഓക്കെ. പ്രീമിയർ ലീഗിലെ പോലെ ഇത്ര ഇന്റൻസിറ്റി ഉള്ള ഒരു ലീഗില് എന്തുകൊണ്ടാണ് ഈ 39 വയസ്സായിട്ടുള്ള ഒരാളെ കൊണ്ട് കളിപ്പിക്കണേ എന്നുള്ളത് എപ്പോഴും വരാറുള്ള ഒരു ചോദ്യമാണ്. സംഗതി എന്താന്ന് വെച്ചാൽ, തിയാഗോ സിൽവയ്ക്ക് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, പുള്ളിക്കാരന്റെ പേസ് പണ്ടത്തെ അത്ര ഇല്ല. പക്ഷെ ഗെയിം റീഡിങ് ഞാൻ പറയാണ്, സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ ബിസിനസ്, ഒരു സംശയമില്ല. അതാണ് ആർസനലിന്റെ കൂടെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയാണ്, ഇപ്പൊ ആർസനൽ ഇപ്പൊ നമ്മൾ ഈ ഗെയിം പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്കറിയാം, ഞാൻ പേഴ്സണലി കളി കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് 2-0 ആയപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദൈവമേ കളി തീരണ വരെ ഞാൻ നമ്മുടെ ഫെല്ലോ ഫാൻസിന്റെ അടുത്ത് പറയുന്നുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യണം, മിസ്റ്റേക്ക് വരുത്തരുത്, കോൺസെൻട്രേറ്റ് ചെയ്യണം. ഹാഫ് ടൈം തൊട്ടിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യണം, മിസ്റ്റേക്ക് വരുത്തരുത്, ഈ കളി നമ്മുടെ കയ്യിലാണ്, നമ്മൾ കൊണ്ട് തുറച്ചാൽ മാത്രമേ ഇത് കയ്യിൽ നിന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തെ കറക്റ്റ് 77th മിനിറ്റില് റോബർട്ട് സാഞ്ചേഴ്സ് വന്നിട്ട് ഒരൊറ്റ കൊടുക്കല ഡെക്ലൻ റൈസ്. ആ പടം അങ്ങോട്ട് കളി കഴിഞ്ഞു പോയി. അപ്പോ പിന്നെ അത് മാത്രല്ല നമുക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണല്ലോ. എന്റെ അഭിപ്രായത്തിൽ ആർട്ടറ്റയുടെ സബ്സ്റ്റിറ്റ്യൂഷനും ആ കളിയിൽ ഒരു ഇൻഫ്ലുവൻസ് ആയി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ കെവിൻ അതിലേക്കും കൂടി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ? ഷുവർ. ആക്ച്വലി ടീം ലൈനപ്പ് വന്നപ്പോ ജോർജിനെ കണ്ടപ്പോ ഞാൻ ഫസ്റ്റ് എനിക്കറിയാവുന്ന ജോർജിനോ ചെൽസിക്കെതിരെ കളിക്കുമ്പോൾ ജോർജിനോ വന്നു കഴിഞ്ഞാൽ അവർക്ക് മൈൻഡ് റീഡിങ് കൂടുതലാണ്. ജോർജിനക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, വി ആർ അക്സെപ്റ്റിംഗ് ദാറ്റ് ജോർജിനോ. ഓക്കെ, നമുക്ക് ചാൻസ് പാർട്ട് ടൈം ബെഞ്ച് ഓക്കെ, കുഴപ്പമില്ല, ജോർജിന് വരട്ടെ. പക്ഷെ എനിക്ക് അറിയാവുന്ന ഫോർവേഡ് പാസുകൾ അധികം പോവില്ല, ഉറപ്പായിരുന്നു. അതേപോലെ നടന്നതിനെ ഫുൾ ബാക്ക് പാസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഞങ്ങളുടെ എല്ലാവരും തലങ്ങും വിലങ്ങും എല്ലാവരും കൂട്ടിയിട്ടേക്കായിരുന്നു. ഈവൻ ഓഡേഗാർഡ് പോലും ക്ലൂലെസ് ആയിരുന്നു ഞങ്ങളുടെ നമ്പർ 10. ബട്ട് ഐ തിങ്ക് സെക്കൻഡ് ഹാഫില് ഞാൻ ഫസ്റ്റ് ഗോൾ സലീബയുടെ ഐ തിങ്ക് ദാറ്റ്സ് എ പെനാൽറ്റി. ദർ ഇസ് നോ ഡൗട്ട് ഓൺ ദാറ്റ്. ഐ തിങ്ക് ഹാൻഡ് ഇസ് റേസ് അബൌവ് ദി ചെസ്റ്റ്. ബട്ട് അറിയാണ്ടായിരിക്കാം, ഷുവർ, അത് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഡിഫൻഡേഴ്സും അറിയാണ്ടാണോ അല്ലെങ്കിൽ ശരിക്കും കൈവച്ചാണോ ആ ഗോള് വേണ്ടി നമുക്കൊന്നും പറയാണ്ട്. നമ്മൾ റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കണം. പക്ഷെ മൈൻഡ് സെറ്റ് ഓരോ ഡിഫൻഡേഴ്സ് നമുക്ക് അളക്കാൻ പറ്റില്ല. പക്ഷേ ആസ് പെർ ദ റൂൾ ഐ തിങ്ക് ദാറ്റ് ഹാൻഡ്സ് അബൌവ് ദി ചെസ്റ്റ് ആക്ച്വലി ദാറ്റ്സ് എ ഹാൻഡ് ബോൾ. ദർ ഇസ് നോ ഡൗട്ട്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പെനാൽറ്റി ആവുന്നത്. അതിലൊന്നും തർക്കിക്കാനൊന്നുമില്ല. തർക്കിക്കാനുള്ളതെന്ന് വെച്ചാൽ തർക്കിക്കാം, രണ്ട് സൈഡും തർക്കിക്കാനുണ്ട്. പക്ഷെ ഫോർ മീ ആക്ച്വലി ദാറ്റ് ഇസ് എ പെനാൽറ്റി, അതൊന്നും പറയാനില്ല. പക്ഷെ എസ്പെഷ്യലി പിന്നെ ജോർജീനോ ഞാൻ സെക്കൻഡ് ഹാഫിന്റെ പാർട്ടേ വരും. ബിക്കോസ് ജോർജീനോ വലിയ ഒന്നും കാണിക്കുന്നില്ല. പുള്ളി നല്ല പാസ്, പുള്ളി ഫുള്ള് ബാക്ക് പാസ് കാണിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പാർട്ട ഷുഡ് ബി കം ഇൻസൈഡ്. അപ്പൊ പാർട്ട വന്നാൽ ഇത്തിരി കൂടി കമ്പോസ്ഡ് ആണ്, മിഡ് ഇത്തിരി കമ്പോസ്ഡ്, നല്ല പാസുകൾ വരും. ബോൾ എടുത്ത് അവന്റെ പാർട്ടിയുടെ ബോൾ എടുത്തോണ്ടോ ഇത്തിരി പണിയാ. പുള്ളി ഇത്തിരി വിഷൻ കൂടുതലാണ് പുള്ളിക്ക്. അപ്പൊ ഞാനത് വരുമെന്ന് വിചാരിച്ചു. പക്ഷേ കീപ്പിംഗ് ദ ജോർജീനിയോ ദാറ്റ് ഷുഡ് സെക്കൻഡ് ഗോൾ ഇസ് ഇൻകമിങ്, അത് ഞാൻ മനസ്സിൽ കണ്ടു തന്നെ വന്നു. അതേപോലെ വന്ന് രണ്ടാമത്തെ ഗോളും കയറി. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കൈവിട്ടു പോയി, ഒന്നും നോക്കാനില്ല, കൈവിട്ടുപോയി. സംതിങ് ലൈക്ക് വി ഹാവ് ടു പുഷ് സംവെയർ. പക്ഷേ അത് മാത്രല്ല സെക്കൻഡ് ഗോള് വന്ന ആളും മുഡ്രിക്ക്. അപ്പോ ആ ഒരു ഗോളും കൂടി അതൊരു എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെയൊക്കെ നോർമലി ഉണ്ടാവുന്ന സമയത്ത് ആൾക്കാരെ വിചാരിക്കാം ഓക്കെ ദിസ് ഇസ് നോട്ട് ഔട്ട്. അങ്ങനെ കോയിൻസിഡൻസ് ഉണ്ട് ആക്ച്വലി. അതില് കോയിൻസിഡൻസ് ഉണ്ട് ആക്ച്വലി. എമിറേറ്റ്സ് വന്നപ്പോഴോ സാക്ക് ഒരു ഗോൾ ഇങ്ങനെ അടിച്ചിട്ടുണ്ടായി. പുള്ളി ഇതേ സെയിം ഒരു ഗോൾ എനിക്ക് 2 സീസൺ ബാക്ക് ആണെന്ന് തോന്നുന്നു. അന്ന് ആർസനൽ ജയിച്ചാണ് 3-1 ജയിച്ചാണ്. ചിൽവലായിരുന്നല്ലേ പ്രാക്ടീസ് ഓർമ്മയുണ്ട്. സാക്ക് ഇതേ സ്പോട്ടിൽ തന്നെ പുള്ളി അടിച്ചു. പുള്ളി അത് ക്രോസ് ചെയ്യാൻ കൊടുത്ത നേരെ ഉള്ളി കയറി. അതേ സെയിം സ്പോട്ട് തന്നെ മുദ്രിക്ക്. പുള്ളി ഇന്റൻഷ്യലി ചിലപ്പോ ഗോൾ അടിക്കാൻ, അല്ലെങ്കിൽ ഗോൾ പൊസിഷൻ വ്യത്യാസം ഉണ്ടായിരുന്നു. റേ വാസ് ഔട്ട് പൊസിഷൻ. റേ എന്തായാലും ക്യാച്ച് നിൽക്കുകയായിരുന്നു, അത് ഷുവർ ആയിരുന്നു. പിന്നെ പുള്ളി നോക്കി കഴിഞ്ഞാൽ റാംസ്ഡേലാണെങ്കിൽ ഇത്തിരി ഹൈറ്റ് ഉണ്ടായിരുന്നു. ആ ഗോൾ പോസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി നൈസായിട്ട് കൈ വെച്ചാണ് അത് കിട്ടിയാനെ, ചിലപ്പോൾ കിട്ടിയാനെ. പക്ഷെ റേക്ക് അത് ഇല്ല, നടക്കൂല. ഇത്തിരി ഷോർട്ടാണ് പുള്ളി. പിന്നെ ഔട്ട് ഓഫ് പൊസിഷൻ, ഒന്നും പറയാനില്ല. അപ്പൊ ഇന്റൻഷ്യലി ചിലപ്പോ പാസ്സായിരിക്കാം, നമ്മൾ കാണുന്നത് പാസ്സായിരിക്കാം.
ചിലപ്പോ ഗോൾ അടിക്കാനായിരിക്കാം. പക്ഷെ എനിത്തിങ് വി ക്യാൻ ടെൽ അബൌട്ട് ദാറ്റ്. ഓക്കെ, അതൊന്നും പറയാനൊന്നുമില്ല അതില്. പക്ഷെ നമ്മൾ കാണുമ്പോൾ അതൊരു പാസ്സായിട്ട് കാണുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ജോർജീനിയോ കഴിഞ്ഞ് ഡെക്ലാൻ എടുത്തിട്ട് നമ്പർ 6 വന്നപ്പോ കളി ഇത്രയും കൂടി എനിക്ക് ഡെക്ലാൻ ഒരു ഐ തിങ്ക് നമ്പർ 8 പൊസിഷനിൽ ഇട്ടപ്പോൾ ഔട്ട് റൺസ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഡെക്ലാൻ ഫസ്റ്റ് ആ ഒരു ചാൻസ് ഫസ്റ്റ് ഹാഫിൽ കിട്ടി അടിച്ച് വേറെ അങ്ങോട്ടൊക്കെ പോയി. പക്ഷെ ഔട്ട് റൺസ് ഒക്കെ അടിപൊളിയായിരുന്നു ഡെക്ലാന്റെ. ഹി ഡൺ ബെസ്റ്റ്. ആൻഡ് ആ സബില് ജോർജിനെ മാറ്റി ഡെക്ലാനെ എടുത്ത് 6 ഇട്ടതും ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഐ തിങ്ക്. പിന്നെ ആ ഗെയിം അങ്ങോട്ട് മാറി. പിന്നെ സാൻഡസ് വന്നോടെ ഓപ്പൺ ദ ഡോർ. ആൻഡ് ആർസണലിന്റെ പഴയ ഒരു ആ കളിയുടെ നല്ലൊരു തുടക്കം ഇട്ടു. അവിടെ നിന്നാണ് എല്ലാ കളിയും മാറി പോകുന്നത് സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന്. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഡെക്ലാന്റെ ഗോളും കൊള്ളായിരുന്നു കേട്ടോ. അതൊരു നല്ല ബെൻഡും ആയിരുന്നു. നല്ല എനിക്ക് സാൻഡസ് ഒന്നുകൂടി ആ പൊസിഷനിൽ വന്നിരുന്നെങ്കിൽ ചിലപ്പോ ഇൻ കേസ് ചിലപ്പോ അത് സേവ് ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതൊരു ഇൻസ്റ്റന്റ് ഷോട്ടും കൂടെ ആയപ്പോ മേ ബി അത് ദാറ്റ് വാസ് ഓൾസോ ഗുഡ് ഗോൾ. എനിക്ക് അതൊന്നും പറയാനല്ല. ഈവൻ സെക്കൻഡ് ഹാഫിൽ സാക്ക ബ്രില്യൻ കുക്കറിനെ ഇച്ചിരി നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രിബിളൊക്കെ ചെയ്തു. ദാറ്റ്സ് ഗുഡ് ആക്ച്വലി. ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ മോർ സെക്കൻഡ് ഹാഫ് ഇതിനു കൂടി ആ ചെക്കൻ നന്നായിട്ട് കളിച്ചു. പിന്നെ അവന്റെ ക്രോസിൽ നിന്നാണ് ട്രോസാർഡ് ഗോൾ അടിച്ചത്. അത് നല്ല അടിപൊളി ഗോളായിരുന്നു. 78-75 മിനിറ്റ് ആയപ്പോ ചെൽസി വാസ് വെരി ഡൗൺ. എനിക്ക് പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ആർസണൽ ഡിസ്കഷൻസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് കായ് ഹവേർട്സ്. കായ് ഹവേർട്സിനെ സത്യം പറഞ്ഞ ആർട്ടറ്റ ആദ്യം മേടിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മിഡ്ഫീൽഡ് 3യുടെ ഭാഗമായിട്ട് ആണ് പ്ലേ ചെയ്യാൻ പ്ലാൻ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷെ മിഡ്ഫീൽഡിൽ ഇറക്കി കഴിഞ്ഞപ്പോ ഞാൻ ആർസണൽ ഫാൻസ് പറയുന്നത് കേട്ടത് എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മള് ഈ പറയുന്ന ആളെ പിടിച്ച് മിഡ്ഫീൽഡ് ഇടുന്നത്? ആള് ശരിക്കും ഒരു ഫോൾസ് നയനായിട്ട് കളിക്കേണ്ട ആളല്ലേ എന്നുള്ളൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു കേട്ടു. അപ്പൊ കെവിന്റെ ഒരു അഭിപ്രായത്തില് കായ് ഹവേർട്സിന്റെ ഇത്ര വരെയുള്ള പെർഫോമൻസ് കണ്ടിട്ട് എന്താണ് ഒരു അഭിപ്രായം? ആക്ച്വലി ഒരു 10 എനിക്ക് 4 മാർക്ക് കൊടുക്കുക കൂടി വന്ന അത്ര എനിക്ക് പറയുള്ളൂ. ആക്ച്വലി ഹാവർട്സിനെ ഇപ്പൊ നേരത്തെ ഉള്ള പൊസിഷൻസ് എല്ലാം ഇട്ടുകൊണ്ടിരുന്നത് അറ്റ നമ്പർ 8 ചെൽസിയുടെ കളിക്ക് നമ്പർ 8 അല്ല, പക്ഷെ അത് RCM എന്ന് കളിച്ചോണ്ടിരുന്നത്. ഐ തിങ്ക് ലുക്സ് ലൈക്ക് ഐ തിങ്ക് ദ ഫോർമേഷൻ ഡിഫറെന്റ്. അവര് ട്രോസാർഡും എൻകിത്തിയൊക്കെ കയറി വന്നപ്പോ തന്നെ ഫോർമേഷൻ ഫുള്ള് മാറിയായിരുന്നു. എന്താന്നുള്ള എനിക്ക് അറിയാം. പക്ഷെ അവർ റൈറ്റ് ആണ് കളിച്ചോണ്ടിരുന്നത്, ലെഫ്റ്റ് അല്ല കളിച്ചോണ്ടിരുന്നത്. ഐ തിങ്ക് ദാറ്റ് ലുക്സ് ഐ തിങ്ക് ഗുഡ് ആയിരുന്നു ആക്ച്വലി. ബട്ട് കഴിഞ്ഞ കളി സിറ്റിയായിട്ട് കളിച്ചപ്പോൾ കായിന്റെ പാസിൽ കൂടിയാണ് മാർട്ടിനൽ ഗോൾ അടിച്ചത്. അതിന് മുമ്പത്തും യുണൈറ്റഡിന്റെ ഒരു ഗോളില് കായിന്റെ ഒരു പാസിലാണ് തേർഡ് പാസിൽ കൂടിയാണ്. അപ്പൊ കുറെ എവിടെയൊക്കെ ദൈവത്തിന്റെ കാലെന്നൊക്കെ കൈ എന്ന് പറഞ്ഞ കാല് എവിടെയൊക്കെ കായ് ഹവേർട്സിനെ നമുക്ക് യൂസ് ചെയ്യാം. അത്രയും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ മോർ ദാൻ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു കായ് ഹവേർട്സിന്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ഹി ഹാവ് ടു ഇൻക്രീസ് ഹിസ് ഓൺ എബിലിറ്റി. അപ്പം പക്ഷെ മേ ബി പൊസിഷൻ ചേഞ്ച് ചെയ്യണോ എനിക്കറിയില്ല. മേ ബി ആ ചെൽസിയുടെ കളിയിൽ പൊസിഷൻ ചേഞ്ച് ചെയ്തപ്പോ റൈറ്റ് സൈഡ് കളിച്ചപ്പോ എനിക്ക് തോന്നുന്നു നന്നായിട്ട് കളിച്ചു. ആ ഒരു 75 തൊട്ട് സബ് വന്നപ്പോൾ നന്നായിട്ട് കളിച്ചായിരുന്നു. മേ ബി വി വിൽ സീ ഇംപ്രൂവ് ആയിരിക്കാം. ശരിയാണ്. ശിവാങ്ങിനോടാണ് അടുത്ത ചോദ്യം. ആർസണൽ റേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് ശിവാങ്ങിനോട് എന്താ ചോദിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വർഷം മുമ്പ് ലിവർപൂൾ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുള്ള കാരണം ശിവാങ്ങിനോട് തന്നെയാണ് അത് ചോദിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. കാരണം ആർസണൽ ഇപ്പൊ അൺബീറ്റൻ ആണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ശിവാങ്ങിന് റെലവെന്റ് ആണെന്ന് വെച്ചാൽ ലിവർപൂളിന് ഇതേപോലെ തന്നെ അൺബീറ്റൻ ആയിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നത് ഫെബ്രുവരി വരെ അൺബീറ്റൻ ആയി പോയിരുന്ന ഒരു സീസൺ ഉണ്ടായിരുന്നു ഇല്ലേ? നമ്മുടെ കോവിഡിനൊക്കെ മുമ്പ് ഇല്ലേ? ആ ടൈമിൽ എനിക്ക് ഓർമ്മയുണ്ട് വാട്ട്ഫോർഡിന്റെ കൂടെയാണ് എവേ പോയിട്ട് 3-0 തോറ്റത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ അൺബീറ്റൻ എന്ന് പറയുന്ന ഒരു സംഗതി തലയിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കണ നേരത്ത് നമ്മൾ കൂടുതൽ മാച്ച് അപ്രോച്ച് ചെയ്യണത് ഓക്കെ ജയിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ടീം തോക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എങ്ങനെ തോക്കാതിരിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടൊരു മാച്ച് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് വിസിബിളി പെർഫോമൻസിനെ എങ്ങനെയെങ്കിലും എഫക്ട് ചെയ്യുന്ന ശിവാങ്ങിന് തോന്നുന്നുണ്ടോ? അതിപ്പോ നമ്മളിപ്പോ അൺബീറ്റൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മളെ സ്റ്റാർട്ടിങ് ഒരു 10 ഗെയിം ഇപ്പൊ ടോട്ടനം തന്നെ ഇപ്പൊ നോക്കുമ്പോ നല്ലൊരു റണ്ണിലാണ്. ടോട്ടനം ഇപ്പൊ ആർസണലായാലും ഇപ്പൊ നല്ലൊരു റണ്ണിലാണ്. ഇനി ഒരു 5 മാച്ച് കഴിയുമ്പോൾ വിചാരിക്കും
ഇപ്പൊ 1-ൽ തോറ്റോണ്ടിരിക്കുമ്പോ വരികയായിരിക്കും. ഇവര് 2 ഗോൾ തിരിച്ചടിക്കാനല്ല ഇവർ നോക്കുന്നത്. ഇവരെങ്ങനെയും 1-1 ആക്കി ഇവർക്ക് എങ്ങനെയും സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യാനാണ് ഇവർ നോക്കുന്നത്. ഈ അൺബീറ്റൻ സ്ട്രീക്ക് എങ്ങനെയെങ്കിലും നിലനിർത്തിക്കൊണ്ട് പോകാനാണ് നോക്കുന്നത്. അപ്പൊ എല്ലാ ടീമിനും ഇത് വരുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്ന ആ ഒരു മിഡിയോക്രസി മെന്റാലിറ്റി ടീമിലോട്ട് വരുമ്പോഴാണ് അതിനകത്തൊരു ഇഷ്യൂ വരുന്നത്. കാര്യം ജയിക്കാണ്ട് എങ്ങനെയെങ്കിലും ആ സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളൊരു മെന്റാലിറ്റി വരുമ്പോൾ അത് പ്ലേയേഴ്സിനെ നല്ല രീതിയിൽ ബാധിക്കും. കാര്യം അത് കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞാൽ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി ഭയങ്കരമായിട്ട് താഴത്തോട്ട് പോകും. അപ്പൊ അതാണ് പറ്റിയത്. ഇപ്പൊ ആർസണൽ ശരിക്കും ജയിക്കാൻ വേണ്ടി കളിച്ചോന്ന് എനിക്ക് ശരിക്കും നല്ല ഡൗട്ട് ഉണ്ട്. കാര്യം ആ ഒരു ആ 2 ഗോൾ ഇപ്പൊ ഡെക്ലൻ റൈസിന്റെ ആ ഗോള് വന്നില്ലെങ്കിൽ ആർസണൽ എങ്ങനെയോ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു അങ്ങനത്തെ രീതി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഡെക്ലൻ റൈസിന്റെ ഗോൾ വന്നിട്ടും ട്രൊസാർഡിന്റെ ഗോൾ വന്നിട്ടും അവർക്ക് ആ 3rd ഗോൾ അടിക്കാനുള്ള ന്യൂവാൻസസ് അവർ കാണിച്ചു. പക്ഷെ എന്നാൽ അവർക്ക് ആ ഒരു സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. സെയിം അത് തന്നെയാണ് ടോട്ടനം ഇപ്പൊ കളിക്കുമ്പോഴായാലും ടോട്ടനം സൂക്ഷിച്ചാണ് ഇപ്പൊ കളിക്കുന്നത്. നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്ട്രീക്ക് കളയരുത്, അല്ലെങ്കിൽ ആ ഒരു വിന്നിങ് റൺ, അല്ലെങ്കിൽ ആ ഒരു അൺബീറ്റൻ റൺ കളയരുത് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അത് എല്ലാ ടീമിനും ഉണ്ട്. ലിവർപൂളിനും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അൺബീറ്റൻ റൺ വരുന്ന എല്ലാ ടീമുകൾക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫിയർലെസ് ആയിട്ട് അൺബീറ്റൻ റൺ കളയാണ്ട് കളിക്കുന്ന എനിക്ക് തോന്നുന്നു സിറ്റി മാത്രമേ ഉള്ളൂ. സിറ്റി ആ ഒരു ഡിസംബർ ബോക്സിംഗ് ഡേ മുതൽ ഒരു അൺബീറ്റൻ റൺ തുടങ്ങിക്കഴിഞ്ഞാൽ അവര് പേടിക്കാണ്ട് അവരെ കളിക്കും. അപ്പൊ അത് വേറെ ടീമുകൾക്കൊന്നും ആ ഒരു മെന്റാലിറ്റി ഇല്ല. അപ്പൊ അവരെല്ലാരും ഒരു മീഡിയോക്രസിയിലോട്ട് പോകും ബാക്കി ടീം. സിറ്റീനെ പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാം. ഒരു സീസണിന്റെ ആദ്യം തന്നെ 1-2 കളികൾ പൊട്ടും. പിന്നെ ആ പ്രഷറില്ല. എപ്പോഴും നോക്കിക്കോ. അപ്പൊ ഈ സീസൺ തോറ്റിട്ടുണ്ട്, കഴിഞ്ഞ സീസൺ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തോറ്റിട്ടുണ്ട്, അതിന് മുമ്പേ അതെ എല്ലാ തവണയും അവർ ആദ്യം തന്നെ പോയി ഒരു കളി നോക്കും. പിന്നെ ടെൻഷൻ ഇല്ല അതിന്റെ. അതാണ് അവരുടെ ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ആർസണൽ മാച്ച് പറയൂ കെവിൻ, പറയൂ എന്താ പറയാ. ഷാജി പാപ്പ, ഞാൻ ഇപ്പൊ ചോദിക്കാൻ വന്ന ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഈ മാച്ചിനെ എടുത്ത് പറയുമ്പോ പ്രത്യേകിച്ച് എടുത്ത് സംസാരിക്കേണ്ട ഒരു പ്ലെയർ ഉണ്ട്. കാരണം സമ്മർ ട്രാൻസ്ഫർ വിൻഡോയില് നമ്മുടെ ഫാൻസ് തന്നെ പലരും എങ്ങനെയെങ്കിലും ഒഴിവാക്കി എന്തിനാണ് ഇവൻ ഇവിടെ വെച്ചിരിക്കണത് എന്ന് പറഞ്ഞിരുന്ന ഒരു പ്ലെയർ ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ഒരു ലോൺ ബിഡ് വന്നു. അതെങ്ങനെയോ അവന്റെ കോൺട്രാക്റ്റിലുള്ള ചില ക്ലോസുകൾ കാരണം ആ മൂവ് ക്യാൻസൽ ആയി പോയതാണ്. അപ്പൊ എന്നിട്ട് നമ്മുടെ സൈഡിലേക്ക് തിരിച്ചു വരുമ്പോഴും ഫസ്റ്റ് ചിന്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരിയിൽ നമ്മൾ എങ്ങനെ ഒഴിവാക്കാൻ പോണ ഒരു പ്ലെയർ ആണെന്നുള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ റീസ് ജെയിംസിന്റെയും ചിൽവലിന്റെയും മാലോഗിസ്റ്റോന്റെ സസ്പെൻഷനും കൂടി ഒരുമിച്ച് വന്നപ്പോ പുള്ളിക്കാരൻ പിന്നെയും ടീമിൽ ഒരു ചാൻസ് കിട്ടുകയാണ്. ഞാൻ സംസാരിക്കുന്നത് മാർക്ക് കുക്കുറേനെ പറ്റിയിട്ടാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുള്ളിക്കാരൻ ബ്രൈറ്റൺ ഡേയ്സിൽ എങ്ങനെയാണോ കളിച്ചിരുന്നത് അതിന്റെ ആ ഒരു ഫോമിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചവിട്ടുപടിയിലേക്ക് കാലെടുത്ത് വെച്ച പോലെയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. കാരണം മിട്ടോമേനെ സൈലന്റ് ആക്കി, സാക്കേനെ ഒരുവിധം സൈലന്റ് ആക്കി, അതിനു മുമ്പ് ഉണ്ടായിരുന്ന 2 മാച്ചിലും ഒരു മാച്ചിൽ വില്ലിയനെ സൈലന്റ് ആക്കി. അപ്പോ ഭയങ്കര ത്രട്ടണിങ് ആയിട്ടുള്ള വിങ്ങേഴ്സിനെയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടിലൻ പെർഫോമൻസുകളും എല്ലാ മാച്ചിലും. അപ്പൊ കൂക്കുറയുടെ എന്താ പറയാ പെർഫോമൻസിനെ പറ്റിയിട്ട് ഷാജിയേട്ടൻ എന്താ പറയാനുള്ളത്? നമ്മൾ ഇന്നൊരു റിപ്പോർട്ട് വായിക്കുകയും ചെയ്തു. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലും കൂടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം ഫെബ്രിസിയോ റൊമാനോ ഇന്ന് ഉച്ചയ്ക്കുള്ള യൂട്യൂബ് എന്താ പറയാ ചാനലിലുള്ള വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കുക്കുറേനെ ഇപ്പോ ചെൽസി വിൽക്കാനായിട്ട് യാതൊരുവിധ പ്ലാനും ഇല്ല. പൊച്ചറ്റിനോ ഈസ് ഹാപ്പി വിത്ത് ഹിസ് കമ്മിറ്റ്മെന്റ്, സോ ഹി വിൽ മോസ്റ്റ് ലൈക്ലി കണ്ടിന്യൂ അറ്റ് ചെൽസി, ഹി ഹാസ് എ ഫ്യൂച്ചർ അറ്റ് ചെൽസി എന്നുള്ളതാണ്. അപ്പൊ ഷാജിയേട്ടന്റെ അഭിപ്രായം എന്താണ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ ഫാൻസിന്റെ ഒരു ഓവർ ഹൈപ്പ് ഉണ്ടല്ലോ. 2-3 കളി കുക്കുറേല നന്നായി കളിക്കുമ്പോൾ കുക്കുറേല തിരിച്ചു വരുന്നത് ഫുട്ബോൾ ഒരു പാറ്റേൺ ആണ്. അത് നമ്മൾ ഈ ഇതിലൊരു മൊമെന്റം ബിൽഡ് ചെയ്ത് കളിക്കുന്ന ഒരു കളിയാണ്. അവൻ കളിക്കട്ടെ, ഇനി ഒരു 3-4 കളിയും കൂടി കളിക്കട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഒരു 2 കളി 3 കളി വെച്ചിട്ടൊക്കെ തന്നെ ഈ ഫാൻസ് തന്നെയാണല്ലോ പ്രീ സീസണിൽ നിക്കലസ് ജാക്സന്റെ കളി കണ്ടിട്ട് ജാക്സൺ കത്തിത്തിളങ്ങും എന്ന് പറഞ്ഞത്. ആ കത്തിത്തിളങ്ങും എന്ന് പറഞ്ഞ ജാക്സൺ ഇന്ന് കമ്പിത്തിരി പോലും കാണുന്നില്ല. അതൊന്നും നമ്മള് ഞാനങ്ങനെ വിലയിരുത്താൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. ഇത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. കുക്കുറേല പ്ലേഡ് വെൽ, ലെറ്റ് ഹിം പ്രൂവ്, കളിക്കട്ടെ. ഞാനൊരു ഫുട്ബോളറെ അസസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഞാനൊക്കെ ഇപ്പം കെവിനും ഇവരൊക്കെ ഒരു ചെറുപ്പക്കാരായോണ്ടായിരിക്കും. എന്റെ ഒരു അസസ്മെന്റിൽ എ പ്ലെയർ ഹാസ് ടു ഗിവ് എ കണ്ടിന്യൂറ്റി ഓഫ് ദ പെർഫോമൻസ്. ഇപ്പൊ ഞാനൊക്കെ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ ആർസണലിലുള്ള തിയറി ഹെൻറിനെയും ഈ പറയുന്ന ആർസണലിൽ കളിച്ച പാട്രിക് വിയറിനൊക്കെ ലെജൻഡറി പ്ലെയർ എന്ന് പറഞ്ഞപ്പോ കാരണം എന്ന് പറയുന്നത് ഡേ ഇൻ ഡേ ഔട്ട്. പാട്രിക് വിയറൊക്കെ റെക്കോർഡ് എടുത്ത് നോക്കണം. 38 കളിയിൽ 35 കളി അവൻ 6.5 ആയിരിക്കും അവന്റെ റേറ്റിംഗ്. അതാണ് പ്ലെയർ. കുക്കറേല 3 കളി കളിച്ചിട്ടുള്ളൂ. കളിക്കട്ടെ,
5-6 കളിയും കൂടി കളിക്കട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. ഇതെന്തായാലും 2-3 കളി വെച്ചിട്ട് എനിക്ക് അങ്ങനെ പറയുന്നതിൽ ഒട്ടും താല്പര്യമില്ല. ഞാൻ അതിനെ എതിർത്ത ഒരാളാണ്. കുക്കറേല ഇസ് പ്ലേയിങ് വെൽ. എന്നെ സംബന്ധിച്ചോളം ഈ സീസണിൽ 2 കാര്യങ്ങളെ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് ചെൽസിയിൽ പറയാനുള്ളൂ. വൺ ഈസ് ദ സൈനിങ് ഓഫ് മോയിസ് കൈസേഡോ. ഫെന്റാസ്റ്റിക് പ്ലെയർ, ഫെന്റാസ്റ്റിക് പ്ലെയർ. അതൊരു ഹൈ സൈനിങ് ആണ്. ദിസ് ഫെലോ വിൽ ഷോ ഡേ ഇൻ ഡേ ഔട്ട് കൺസിസ്റ്റൻസി. സെക്കൻഡ്, സർപ്രൈസ് പാക്കേജ് കോൾ പാർമർ ആണ്. ബാക്കി കുക്കറയുടെ കാര്യമൊക്കെ അവൻ അൺബിലീവബിൾ ആണെന്നൊക്കെ പറയുന്നതൊക്കെ ഓവർ സ്റ്റേറ്റ്മെന്റ് ആണ്. വാട്ട് ഈസ് അൺബിലീവബിൾ യു ആർ ടെല്ലിംഗ് അബൌട്ട് ഇറ്റ്? ഐ ആം നോട്ട് ഏബിൾ. ഞാനൊരു കാര്യം ഫാർഫെച്ചഡ് ചിലപ്പോ ഇപ്പൊ തിരിച്ചു വന്നിട്ട് ഷാജിയുടെ എന്തെങ്കിലുമൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. The whole world knows Joao Felix. Joao Felix is a world-class talent. He had huge problem with Diego Simeone. He came to Chelsea half-cooked, half-played. Do you see the performance of Joao Felix in Barcelona yesterday or the match before the international window? 2 man of the matches, back to back. And you know what ഇന്നലെ ആന്റി ഗ്രേ പറഞ്ഞെന്തറിയാം? World class performance by Joao Felix yesterday against for Barcelona. World class. അതിന്റെ ക്രെഡിറ്റ് കോച്ചിന് കൊടുക്കണം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ കളിക്കട്ടെ. അത് ഓരോരുത്തരുടെ ഒരു പോയിന്റ് ആണ്. We never said that Cucurella is an average player. He's a good player, but see, at the top level you have to perform at the highest level consistently perform it. എന്നിട്ട് പറയാം. See, I don't want to get carried into this kind of a system where ഒരു 2 കളി നന്നായി കളിച്ചുകൊണ്ട് അവൻ കിടിലം പ്ലെയർ ആണ്. ഇതേ റോബർട്ട് സാഞ്ചസിന് 2 ദിവസം മുന്നേ കിടിലം എന്ന് പറഞ്ഞ ആൾക്കാരെ ഇന്നലെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. അതൊക്കെ അത്രയും, അതിലൊന്നും കാര്യമില്ല. എന്നെ സംബന്ധിച്ചോളം എന്താ അറിയാം, എ പ്ലെയർ ഷുഡ് പ്ലേ 10 matches on a trot consistently. That is consistency. അങ്ങനെ കളിക്കട്ടെ, കളിച്ചിട്ട് വരുമ്പോൾ നമുക്കത് നോക്കാം അതിന്റെ ഇതില്. പിന്നെ ഈ ഗാലഗറിന്റെ കാര്യം പറഞ്ഞപ്പോ, ഗാലഗർ ഞാൻ നേരത്തെ സംസാരിച്ചിരുമ്പോ കട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. I was never a critic of Gallagher. ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഹിസ് വർക്ക് റേറ്റ് ഇസ് ബ്രില്യന്റ്. അത് നാച്ചുറൽ ആണ്. ബട്ട് അതിന്റെ ഡയമെൻഷൻ എന്താന്ന് പറഞ്ഞാൽ യു നീഡ് ടു ബിൽഡ് യുവർ ഗെയിം where you get into the box or you come to the edge of the box to score goals. Gallagher അത് ചെയ്തിട്ടുണ്ട് Crystal Palace. He is not doing it at the moment. He has to get in at the edge. ഓഫർ സപ്ലിമെന്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കാട്ടുന്നത്. ഇപ്പം ആർസണലിന്റെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ യു ഹാവ് Kai Havertz which is a misfit. You should not have signed that player. കാരണം എന്താ പറയുക, Havertz എന്ന പ്ലെയറിന് he has his own problems. അവന്റെ പ്രശ്നം ആർസണലിന്റെ പ്രശ്നമല്ല കേട്ടോ, അവന്റെ തന്നെ പ്രശ്നം. അത് ആർസണലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവന്റെ പ്രശ്നമാണ്. എന്താണെന്നറിയോ, ലോജിക്കലി he doesn't know what to do when he arrives at a situation. ഒരു സിറ്റുവേഷനിൽ അറൈവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അയാൾക്ക് അറിയില്ല. മോസ്റ്റ് ഓഫ് ദ ടൈംസ് യു വിൽ ഫൈൻഡ് ടേക്കിംഗ് റോങ് ഡിസിഷൻസ്. അത് ഒരു പ്ലെയർ അത് ഞാൻ കറക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞതിൽ. അല്ല, അത് ഞാൻ അത് പറയാൻ കാരണം എന്താ പറയുക, ജാക്സണിനെ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ ഒരു ലൈസൻസ്ഡ് കോച്ച് ആയതുകൊണ്ട് പറയുന്നത്, ഏതൊരു ഇന്നലെ അത് മൈക്കിൾ ഓവൻ പറയുന്നുണ്ട്, ഏതൊരു സ്ട്രൈക്കറിന്റെ കാലിന്നും 1-on-1 സിറ്റുവേഷനിൽ ശ്രദ്ധിച്ചേക്കണം കേട്ടോ, 1-on-1 സിറ്റുവേഷനിൽ കാലിന്ന് ബോള് ഗോൾ കീപ്പർ കൈ കൊണ്ട് എടുക്കുകയാണെങ്കിൽ അവൻ മോശം സ്ട്രൈക്കറാണ്. കാരണം കീപ്പറിന്റെ മേത്തടിച്ച് റീബൗണ്ട് പോകണം, അല്ലാണ്ട് ഗോൾ കീപ്പറിന്റെ കാലിന്ന് എടുക്കരുത്. നിക്കലസ് ജാക്സണിന് ഈ സീസണിൽ 4ാമത്തെ തവണയാണ് 1-on-1 ഗോൾ കീപ്പർ കൈ കൊണ്ട് ബോൾ എടുക്കുന്നത്. കെവിൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ, കെവിൻ സ്ട്രൈക്കറാണ്, ഞാൻ ഗോൾ കീപ്പറാണ്. 1-on-1 എന്റെ മുന്നിൽ വന്ന് ഞാൻ കുനിഞ്ഞ് കടന്ന് കെവിന്റെ കാലിൽ ബോൾ എടുത്ത്. കെവിൻ നല്ല സ്ട്രൈക്കറാണ് അല്ല. നിങ്ങളത് വേൾഡ് ക്ലാസ് സ്ട്രൈക്കറായ വെയിൻ റൂണിനോട് ചോദിച്ചപ്പോൾ ബോൾ അടിച്ചിട്ട് അവന്റെ മേത്ത് കൊണ്ട് അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്താണെന്നറിയോ, ഡിസിഷൻ മേക്കിംഗ് ഇല്ല. ഹവേർട്സിന് അതിന്റെ പ്രശ്നം അറിയോ, ബോൾ കാലിൽ കിട്ടിയ എന്ത് ചെയ്യണം എന്നറിയില്ല ഹവേർട്സിന്, എന്ത് ചെയ്യണമെന്ന്. അത് ഞാൻ പറയട്ടെ, മിക്കേൽ ആർട്ടേറ്റയോ പോച്ചറ്റിനോ അല്ലെങ്കിൽ ജേർഗൻ ക്ലബ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പേഴ്സണാലിറ്റി ആണത്. നമ്മൾ തന്നെ എന്ത് കോച്ചിങ് അതിന് കൊടുക്കേണ്ടത്, നമ്മളുടെ സ്വന്തം ആത്മവിശ്വാസമാണ് അതിന് വരുന്നത്. അതിനൊന്നും കൊടുക്കാനില്ല. ഇപ്പൊ ഞാൻ കേട്ടെ, ഡെക്ലൻ റൈസിന് ഇന്നലെ മെഞ്ഞാന്ന് കൊടുത്ത ബോൾ റോബർട്ട് സാഞ്ചസ് ആക്ച്വലി ഗേവ് ഇറ്റ് ടു എൻസോ, പോയത് നേരെ റൈസിന്റെ അടുത്താണ്. റൈസ് എന്താ ചെയ്തത്, പാസ് ചെയ്തോ? ഇല്ല.
ഡിസിഷൻ മേക്കിംഗ് അവിടെയാണ് ഹോൾമാർക്ക് ആൻഡ് ജീനിയസ് ഓഫ് ഡെക്ലൻ റൈസ് വരുന്നത്. അവൻ ആ ഗോൾ കീപ്പർ ഔട്ട് ഓഫ് പൊസിഷനെ കണ്ടു, ആ ബോളിനെ കേൾ ചെയ്ത് ബോക്സിന്റെ കോർണറിലേക്ക് അടിക്കും. അതാണല്ലോ പ്ലെയർ. അതില്ലാതെ ചുമ്മാ നമ്മള് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? സോ ഈ ഇത്ര ഹൈപ്പിൽ പോകും. ചെൽസിയെ സംബന്ധിച്ചോളം ദ ഹോൾ സീസൺ ആണ് നമ്മള് we are not comparing ourselves with Liverpool and Arsenal, which are a bigger club, are a better team than us. നമ്മളെ സംബന്ധിച്ചോളം let Cucurella play, let him play for 5-6 matches consistently. ഓക്കെ, കെവിൻ എന്തോ ടെക്നിക്കൽ പ്രോബ്ലം വന്നെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും ശിവാങ്ങിലേക്ക് വരാം, കാരണം നമുക്ക് സെഷന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കണാക്കാൻ മുന്നേ ഇപ്പൊ ലിവർപൂളിനൊരു നല്ല സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് നമ്മൾ സംസാരിച്ചതാണ് ഈ കൺസിസ്റ്റൻസി നമുക്ക് ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ഡിസംബർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ടൈറ്റിൽ ചാലഞ്ചിനെ പറ്റി അപ്പൊ ചിന്തിക്കാന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് ഇനിയിപ്പോ ഈ പറയുന്ന പോലെ ഫിക്സ്ചർ വൈസ് നിങ്ങൾക്ക് ടഫായിട്ട് വരാൻ പോണത് എപ്പോഴാണ്? ടഫായിട്ട് വരുന്ന സിറ്റിയുടെ ഫിക്സർ തന്നെയായിരിക്കും. അതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഉള്ളൊരു ടഫ് ഫിക്സർ സിറ്റിയിലൂടെ വരുന്നതാണ്. അല്ലാണ്ട് ബാക്കിയെല്ലാം ഈസി ഫിക്സേഴ്സ്, നോട്ടിംഗം ഫോറസ്റ്റ്, ബേൺലി, അതൊക്കെ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന പോലെ ഒരു മൊമെന്റം ക്യാരി ഓൺ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഫിക്സേഴ്സ് ആണ് ഇനി വരുന്നത്. അതെ അതെ അതെ, നല്ല രീതിയിലുള്ള ഫിക്സേഴ്സ് ആണ്. ഇതിനകത്ത് ഓൾ പോയിന്റ്സ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ പിന്നെ ജനുവരി തൊട്ട് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ 1-2 സൈനിങ്സ് പ്രതീക്ഷിക്കാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുഷ് ഓൺ ചെയ്യാം ഒരു ടൈറ്റിൽ ചാർജിന് പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് എന്നുള്ളതാണ് കാര്യങ്ങൾ. അപ്പൊ ഓക്കെ ഷാജി ചേട്ടാ, ഇനിയിപ്പോ നമ്മുടെ ചെൽസിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ 10th ആണ്. നമ്മള് ഒരു 8 to 10 points ബിഹൈൻഡ് ടോപ്പ് 4 ആണ്. ഒരു എന്താ പറയാ, പെർഫോമൻസിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് ടൈം ടു ഗെറ്റ് റിസൾട്ട്സ് റൈറ്റ് നൗ. അപ്പൊ ഇനി വരാൻ പോകുന്ന ഫിക്സ്ചേഴ്സ് ആണെങ്കിൽ പറയുന്ന പോലെ ബ്രെൻഫോർഡ്, സ്പേഴ്സ്, അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി, ന്യൂ കാസ്റ്റൽ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ കളിയിൽ എന്താണ് ഷാജിയുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്? Brentford will not be a tough game. Brentford away from home, they don't trust because ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, anybody who comes home and makes a pressing game, they will challenge you. Brentford doesn't press it away from home. Brentford at home they will press, especially on the flanks. അത് എനിക്ക് Brentford അത്ര വലിയ ടഫ്, ഐ മീൻ ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്യല്ല ബ്രെൻഫോർഡിനെ, ബട്ട് ഇറ്റ് വോണ്ട് ബി എ വെരി ടഫ് ഗെയിം. Tottenham will be a tough game. കാരണം എന്താ പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫാൻ ബേസ് ഭയങ്കരമാണ്. 62,000 people in great form, playing brilliant football. The quality of midfield is highly differentiated. അവിടെ ടോട്ടനാമിനെ ഇപ്പം പലരും ഇവിടെ പറഞ്ഞപ്പം ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് പോസ്റ്റഗ്ലോയുടെ മിഡ്ഫീൽഡ് വെരി ഹൈലി ഡിഫറൻഷിയേറ്റിംഗ് മിഡ്ഫീൽഡ് ആണ്. അത് എടുത്തു പറയാറുണ്ട്. They have different qualities. Let us not, I mean, forget that പേരി ഹോയ്ബാഗ് എന്നുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി പ്ലെയറിനെ ബെഞ്ചിൽ ഇരുത്തിക്കൊണ്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. We know ഹോയ്ബാഗിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. So Tottenham will be a different game. That will be very tough game. That is the game we have to get the result. Tottenham, Newcastle, it's always going to be tough. Chelsea have never been a successful with Newcastle in recent times. They will struggle, especially when you have a striker like Isak. He's got a killer instinct. അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്ട് ഉള്ള ഒരു സ്ട്രൈക്കറിന്റെ കൂടെ you have to be round the clock 90 minutes strong ചെയ്ത് കളിക്കണം. For me, the toughest battle is going to be the 2 games Tottenham and Brentford. I don't think it will be a tough game because they don't press. Because modern football teams don't press, they always find. Innipom Fulham കളിക്കുന്നുണ്ട്. You will see that Tottenham will win that easily because Fulham away from home their pressing is very poor. They sit back, they will defend here. And ഒരു പ്രീസെറ്റ് മൈൻഡ് ആണ് ചില ടീമിന്. ഇവിടെ വന്നിട്ട് ഡ്രോ പിടിച്ചാൽ മതി, കൗണ്ടറിൽ അടിച്ചാൽ മതി അതിനെ ക്യാപിറ്റലൈസ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ടോപ്പ് 10 നിൽക്കുന്ന ടീമാണ്. I don't expect Chelsea to be in the top 4. Very honest പറയാണ്. ചിലപ്പോൾ ചെൽസി ഫാൻസിന് അത് ഇഷ്ടപ്പെടില്ല ഞാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാല് വിതൗട്ട് എ പ്രൊളിഫിക് സ്ട്രൈക്കർ ഗെറ്റിംഗ് ഇൻ ടു ടോപ്പ് 4 is not a possibility എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇത് ഞാൻ ആ ഒരു പോയിന്റ് പറയുമ്പോൾ ഞാൻ ഇന്ററപ്റ്റ് ചെയ്യാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മളൊരു പേര് വളരെ സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നുണ്ട്. ഫെബ്രിറ്റ്സോ റൊമാനോ, അതേപോലെ തന്നെ നമ്മുടെ സോസ, നമുക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ടുള്ള സോഴ്സ് ആയിട്ടുള്ള ബെൻ ജേക്കബ്സ് കൺഫേം ചെയ്യുന്നുണ്ട് ദാറ്റ് വിക്ടർ ഓസിമൻ ജനുവരിയിൽ ഒരു ടാർഗറ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോ ഷാജി ഏട്ടന്റെ ആക്ഷനും കൂടി ഇതിൽ ചേർത്ത് നന്നായിരിക്കും. വിക്ടർ ഓസിമൻ എന്ന് പറയുന്നത് ബട്ട് ഏരിയൽ ആണ്. വാട്ട് മണി യു ആർ ടോക്കിംഗ് അബൌട്ട്? 100 million? I don't think ഏരിയൽ will give. അതിലൊരു കാര്യം കൺസിഡർ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ
വിക്ടർ ഓസിമന്റെ കോൺട്രാക്ട് ജൂൺ 2024 5 എക്സ്പയർഡ് ആവുകയാണ്. അപ്പോൾ ഹി ഹാസ് അപ്രോക്സിമേറ്റ്ലി ലിറ്റിൽ മോർ ദാൻ 1.5 years ലെഫ്റ്റ് ഓൺ ഹിസ് കോൺട്രാക്ട്. അപ്പോ ഈ ജൂൺ വരെ പോവുകയാണെങ്കിൽ അത് മാത്രല്ല മറ്റൊരു കാര്യം കൂടി കൺസിഡർ ചെയ്യേണ്ടത്, നാപ്പോളിയും ഓസിമനും തമ്മിലുള്ള കോൺട്രാക്ട് ടോക്സ് ഈസ് ഓൺ ഹോൾഡ്. അവർക്ക് ഓസിമൻ ഇപ്പോ എന്തുകൊണ്ടോ എക്സ്റ്റെൻഡ് ചെയ്യണതിന് വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള ഒരു റിപ്പോർട്ടും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് ആഡ് ചെയ്യാണ് ഈ ഒരു പാടിൽ. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. വിക്ടർ ഓസിമൻ അടുത്ത സമ്മറിൽ നിൽക്കും. പക്ഷെ ജനുവരിയിലൊന്നും വിക്ടർ ഓസിമൻ നാപ്പോളി വിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നാപ്പോളി ഹാസ് ഗോട്ട് എ ഫിയേഴ്സ് കോമ്പറ്റീഷൻ. അവിടെ ടോപ്പ് 4 വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് നാപ്പോളി. അവനെ കൂടി വിറ്റിട്ട് ജനുവരിയിൽ അവർ ആരെ മേടിക്കും? നമ്മളെന്താ പറയുക, നമ്മളെല്ലാം സ്വാർത്ഥതയുള്ള ഫാൻസുകളാണ്. ഞാനും ബാലും ചെൽസിയുടെ കാര്യവും കെവിൻ ആർസണലിന്റെ കാര്യം നോക്കുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ADL ആണെങ്കിൽ, ഞാനാണ് ഓണറെങ്കിൽ എന്റെ ഒറ്റ ചോദ്യമുള്ളൂ, ശരി ഞാൻ വിറ്റേക്കാം വിക്ടർ ഓസിമൻ 120 million, എനിക്ക് ടോപ്പ് 4 വേണം, റവന്യൂ ജനറേറ്റ് ചെയ്യണം, ഞാൻ ആരെ മേടിക്കും? There are not many strikers available. എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഒരു പ്രീ കോൺട്രാക്ട് ഒക്കെ ഇടാൻ പറ്റും അടുത്ത സമ്മറിൽ സൈൻ ചെയ്യാനായിട്ട്. ജനുവരിയിൽ ഒന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ ചെൽസിയുടെ പ്രോബ്ലം അതിന്റെ മുന്നേ ഒരു സ്ട്രൈക്കറെ കൊടുത്തു. ഇതെന്താ അറിയോ, സ്ട്രൈക്കർ എന്ന് പറയുന്ന ആളിനെ ഗോൾ അടിക്കാൻ മാത്രമായിട്ട് നമ്മൾ ഇത് കാണണ്ട. നമ്മൾ പ്ലേ ഇപ്പൊ ഞാൻ ഇന്നലെ ചാൾസ്, നമ്മളെ ആർസണലിന്റെ ചാൾസ്, ഞങ്ങൾ സ്ക്രീനിങ്ങിന് പോയപ്പം ചാൾസുമായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു. ചാൾസ് ചോദിച്ചു, ഷാജിയേട്ടാ ആർസണൽ വിൽ ആർസണൽ വിൻ ദ ടൈറ്റിൽ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, you won't win the title because you don't have a striker. You are relying on Gabriel Jesus. Go into the history book and tell me which team has won the title without a proper striker who doesn't score 12 plus goals. You don't Manchester City അടിച്ചിട്ടില്ല ടൈറ്റിൽ. നമ്മള് എന്താ അറിയോ, നമ്മള് ഈ ആമീർ ഖാന്റെ രഞ്ജൻ ദാസിന്റെ ആ പടം ഉണ്ടല്ലോ, ആ പടം പോലെ ഈ പെപ് ഗാർഡിയോളയാണ് നമ്മൾ ഒരിക്കലും നമ്മളെ കൂട്ടത്തിൽ കമ്പയർ ചെയ്യുന്നത്. ഗാർഡിയോള വേറെയാണ്. സിറ്റി ഈസ് വെരി ഫാർ ആക്ച്വലി ക്വാളിറ്റി വൈസിൽ നോക്കുമ്പോ. അത് എനിക്കൊന്നും പറയാനില്ല. അത് പെപ് ഗാർഡിയോളയുടെ സൈനിങ്ങും പുള്ളിയുടെ നോക്കിക്കഴിഞ്ഞാലും സിറ്റി ഈസ് വെരി ഫാർ. അല്ല അത് മാത്രമല്ല കെവിൻ, പുള്ളിയുടെ ഞാൻ ചോദിക്കട്ടെ, പുള്ളി ഒരു ഫുട്ബോളിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഈ സ്പോർട്സ് കീടയ്ക്ക് വേണ്ടി ഒരു ലേഖനം എഴുതിയപ്പോ പറഞ്ഞാണ്, കഴിഞ്ഞ 10 വർഷത്തിൽ ഫുട്ബോളിൽ ഉണ്ടായ ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗെയിമിലുള്ള എവല്യൂഷൻ മാത്രമല്ല, ഗാർഡിയോളയും ഒരു എവല്യൂഷനാണ്. അയാള് കാരണമാണ് പല സ്ഥലം. അയാളെ ഒന്നും ഒരിക്കലും നമ്മൾ ടീമുകളായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ഞാൻ ചോദിക്കട്ടെ, 90 കെവിൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രസ് എന്ന് പറയുന്നത് 90 12 സെക്കൻഡിൽ ബോൾ എടുക്കണം എന്നാണ്. ഇയാൾ അത് ബാർസലോണയിൽ അത് 9 സെക്കൻഡ് ആക്കി മാറ്റി. ബയൺ മ്യൂണിക്കിൽ ചെന്നപ്പോ 7 സെക്കൻഡ് ആക്കി. അതിപ്പോ 3 സെക്കൻഡ് ആക്കി. ഇനിയിപ്പോ അയാൾ മരിക്കുന്നതിന് മുമ്പ് അത് 1 സെക്കൻഡ് ആക്കും. അപ്പൊ അയാളൊന്നും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അയാള് ചിലപ്പോൾ നാളെ ഗോൾ കീപ്പറെ പിടിച്ച് സ്ട്രൈക്കർ ആക്കും. അത് അങ്ങനത്തെ ഒരു മാനേജറാണ്. അതൊരു എവല്യൂഷൻ ഉണ്ട് അയാൾക്ക്. എന്തൊക്കെ അസൂയപ്പെട്ടാലും അയാൾക്ക് പൈസ ഉണ്ട്, അയാൾക്ക് വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് കളിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്. അത് നമ്മൾ കമ്പയർ ചെയ്യരുത്. എന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, ആർസണലിനും ചെൽസിയൊക്കെ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഉള്ളത്. ആർസണൽ വിചാരിച്ച് കായ് ഹാവേർട്സിനെ കൊണ്ടുവന്ന പ്രശ്നം തീരുന്നു. വന്നപ്പോഴാണ് മനസ്സിലായത്, എന്താ പറയുന്നത്, നമ്മൾ പറയില്ല അടൂർ ഭാഷയും തിക്കുറിശിയും കൂടി ഒന്നായിട്ട് വന്ന പോലെ ഉണ്ട്. ഇപ്പൊ ഒന്നായിട്ട് നിന്ന് പോലെയുണ്ട്. സൊല്യൂഷൻ അല്ല. നമ്മുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്താന്ന് പറഞ്ഞാൽ, നിക്കലസ് ജാക്സൺ എന്ന് പറഞ്ഞ ഒരു യങ് സ്ട്രൈക്കറെ ഒരു സീസണിൽ, അയാൾ നല്ല പ്ലെയർ ആണ് കേട്ടോ, എല്ലാം ഞാൻ പറയുന്നില്ല, ഒരു യങ് സ്ട്രൈക്കറെ ഇത്രയും വലിയ ലീഗില് ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റി കൊടുത്തത് മണ്ടത്തരാണ്. ഞാൻ കൊടുക്കില്ല. ഞാനൊരു ഓണർ ആണെങ്കിൽ ഞാൻ അത് കൊടുക്കില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് എ വെരി ടഫ് ലീഗാണ്. അത്രയും വലിയ ടഫ്. ഞാൻ ചോദിക്കട്ടെ, ബാലു ഒന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ, ഇപ്പൊ ശിവാങ്ങും കെവിനും എല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ബാർസലോണയുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കൊണ്ടാണോ ബാർസലോണ ഇത്രയും കഷ്ടപ്പെട്ട് 2 സീസണിൽ ലെവൻഡോസ്കിനെ പ്രായമുള്ളപ്പോൾ സൈൻ ചെയ്തത്? അനുഭവം. അതുകൊണ്ടാണ് അവർ ലെവൻഡോസ്കിക്ക് പോയത്. അവർക്ക് അറിയാം ഒരു യങ് സ്ട്രൈക്കറെ കൊണ്ടുവച്ചാൽ ഈ ബാർസലോണ കഴിഞ്ഞ ദിവസം ടൈറ്റിൽ പോലും അടിച്ചിട്ടുണ്ടാവില്ല. കാരണം അവിടെ ഒരു എക്സ്പീരിയൻസ് വേണം. നമ്മൾ ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജാക്സനെ വിശ്വസിച്ചു. ഇവിടെ FPL തുടങ്ങി ഫസ്റ്റ് കളിയിൽ ചെൽസി ഗ്രൂപ്പിൽ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇതിലിപ്പോ അവിടെ കമന്റിലുള്ളതിൽ 2-3 എണ്ണം ഉണ്ട്, പറഞ്ഞിരിക്കുന്നതാണ് 20+ ഗോൾസ് നിക്കലസ് ജാക്സൺ. കേട്ടിട്ടുണ്ടെങ്കിൽ ICUവിൽ പോയി കിടക്കും.
ഇത് മറ്റേ ഐ ലീഗ് ഒന്നല്ല കളിക്കുന്നത്, കേരള പ്രീമിയർ ലീഗ് ഒന്നല്ല, ഇത് പ്രീമിയർ ലീഗാണ്. ഇവിടെയൊക്കെ 20 ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരുടെ കണക്ക്? കെവിൻ ഡി ബ്രൂയ്നയ്ക്ക് ഇത്രയും ദിവസമായിട്ട് അടിക്കാൻ പറ്റിയില്ല. പിന്നെയാണ് ജാക്സൺ അല്ല, നമ്മളിപ്പോ ഈ പറയണ പോലെ തന്നെ ജാക്സന്റെ കാര്യം പറയുമ്പോൾ ആലോചിക്കേണ്ടത്, ജാക്സൺ ഒരിക്കലും ഒരു പ്രോപ്പർ പക്ക സ്ട്രൈക്കർ പ്രൊഫൈലുള്ള ഒരു പ്ലെയർ അല്ല. ഒരു സെക്കൻഡ് സ്ട്രൈക്കർ പ്രൊഫൈലുള്ള ഒരു പ്ലെയർ ആണ്. അത് കാരണം തന്നെ ബോക്സിൽ ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഫിനിഷർ അല്ല. ബോക്സ് അവയർനെസ് കുറച്ച് കുറവാണ്. അത് കാരണം തന്നെ കുറച്ച് പരാക്രമണം ബോക്സിൽ കാണാൻ പറ്റും, എവിഡന്റ് ആണ്. പിന്നെ എൻകുൻകു, അതാണ് നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു ഫാക്ടർ ഉണ്ട് ഷാജിയേട്ടാ. ക്രിസ്റ്റഫർ എൻകുൻകു എന്ന് പറയുന്ന കഴിഞ്ഞ സീസണിലത്തെയും അതിന് മുമ്പത്തെ സീസണിലത്തെയൊക്കെ ബണ്ടസ് ലീഗയാണ്. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ സ്കോറേഴ്സ് ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയും ഒരു അഭാവം നമുക്ക് കാര്യമായി ബാധിക്കുന്ന ഒരു ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് വേണം പറയാൻ. എൻകുൻകു വന്നത് കൊണ്ട് നമ്മുടെ സ്കോറിംഗ് ഇഷ്യൂസ് കംപ്ലീറ്റ്ലി മാറും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും മെച്ചപ്പെടും എന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ വി നീഡ് എ പ്രോപ്പർ നമ്പർ 9, അതിൽ യാതൊരു തർക്കമില്ല. അപ്പൊ ആ ഒരു നോട്ടിൽ നിന്ന് ഞാൻ കെവിനിലേക്ക് വരികയാണ്. ആർസണലിന് ഇപ്പൊ എന്തായാലും ഈ സീസണില് ടൈറ്റിൽ അടിച്ചേ പറ്റൂ എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടറ്റയുടെ ഈ പറയുന്ന പോലെ പ്രൊജക്ടില് ഇപ്പോ ഒരു ടൈറ്റിൽ വളരെയധികം അത്യാവശ്യമായിട്ട് വരും. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എത്ര നല്ല ഫുട്ബോൾ കളിച്ചിട്ടുണ്ടെങ്കിലും, എത്ര എന്താ പറയാ ട്രാൻസ്ഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഇഫ് യു ഡോണ്ട് വിൻ ട്രോഫീസ് ഇറ്റ് ഡസന്റ് മാറ്റർ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. അപ്പോ നിങ്ങൾക്കും മിസ്സിംഗ് ആണെന്ന് ഇപ്പൊ ഷാജിയേട്ടൻ പറഞ്ഞത് ഒരു സ്ട്രൈക്കർ ആണെന്ന് പറയപ്പെടുന്നു. അപ്പൊ കെവിന്റെ അഭിപ്രായം എന്താണ്? ഈ സീസണിൽ ടൈറ്റിലേക്ക് പോവാൻ നിങ്ങൾക്ക് സ്ക്വാഡിൽ എന്തൊക്കെയാണ് ഇപ്പൊ മിസ്സിംഗ് ആണ് തോന്നുന്നത്? സ്ക്വാഡില് ഫസ്റ്റ് ഓഫ് ഓൾ മാർട്ടിനേലി ഇത്തിരി കൂടി ഗോൾ സ്കോറിങ് കുറഞ്ഞു. അയാൾ ഒരു ഗോൾ അടിച്ചുള്ളൂ. പക്ഷെ ആ സൈഡിൽ നിന്ന് മാർട്ടിനേലി ഇത്തിരി കൂടി നന്നായി പ്രഷറായി ഗോൾ അടിക്കണമെന്നാണ് എല്ലാം. ഞങ്ങൾ ഇപ്പൊ അർസണലിന്റെ പ്രശ്നം മെയിൻ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കമ്പനി ആയിരുന്നു, ഭയങ്കര കമ്പനി ഉണ്ടായിരുന്നു. മാർട്ടിനേലി 9 goals, Saka is 13 goals, Jesus going to 10 goals, Odegaard is scoring 7 goals, 10 assists. അങ്ങനെ റേഷ്യോ വെച്ച് വരുമ്പോൾ that should be a good to balance a team. ഇപ്പൊ ഷാജിയേട്ടൻ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പ്രോപ്പർ 9 കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ബംഗാളിയായ സാക്കേനെ ഇത്തിരി മാർക്കൊക്കെ കുറക്കായിരുന്നു. അപ്പൊ ഒരു പ്രോപ്പർ 9 കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ ഒരു സീസണിൽ 15+ ഗോൾ അടിക്കുന്ന ഒരു സ്ട്രൈക്കർ കിട്ടിക്കഴിഞ്ഞാൽ ഷുവർ ഡെഫിനറ്റ്ലി വി ക്യാൻ ടെൽ ദാറ്റ്സ് എ ടൈറ്റിൽ ചാൻസ്. ബട്ട് റൈറ്റ് നൗ കെവിൻ പറയുമ്പോൾ ഒന്ന് ഇന്റർപ്റ്റ് ചെയ്യണം. എന്നൊരു അഭിപ്രായം പറയട്ടെ. ഇത് ജാനുവരി വരെ ആർസണല് ഒരു 10 പോയിന്റ് മേലെ പോകരുത് കേട്ടോ. 10 ഇതെന്താ പറയാ, നമ്മള് ഈ ലീഗിനെ അസസ് ചെയ്യുമ്പോൾ ഗോർഡിയോളനെ 2 തരത്തിൽ അസസ് ചെയ്യണം. Guardiola as a manager in the last 10 games, in the last 8 years, he's been prolific. അയാൾ ലാസ്റ്റ് 10 കളി തോക്കൂല. പക്ഷെങ്കിൽ അയാൾ ഡ്രോപ്പ് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ? ആ ബോക്സിംഗ് ഡേ ഉണ്ടല്ലോ, ഡിസംബർ 26 മുതൽ ജനുവരി 18 ഉള്ളിൽ അയാൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും. അത് സ്ഥിരം അയാൾ ഡ്രോപ്പ് ചെയ്യില്ല. അപ്പൊ ഈ ഡിസംബർ എൻഡ് വരെ ആർസണല് 8ഉം 10ഉം പോയിന്റിന്റെ ഗ്യാപ്പ് ആണെങ്കിൽ, എന്നിട്ട് ജനുവരിയില് ഐവൻ ടോണിനെ മേടിക്കാൻ പറ്റുകയാണെങ്കിൽ ആർസണൽ ഹാസ് എ ഗ്രേറ്റ് ചാൻസ് അഗൈൻ ടു ഗോ. Yeah, that's a point actually. Yeah, ഐവൻ ടോണി ആക്ച്വലി മിക്സ് സ്റ്റോറി വരുന്നുണ്ട്, കുറെ സൈൻ ചെയ്യുന്നുള്ള. പക്ഷേ സ്റ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക്. ഐ തിങ്ക് അറ്ററ്റ എനിക്കൊന്ന് ഐ തിങ്ക് പുള്ളിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഐവൻ ടോണിയെ വെച്ച് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായ സത്യത്തില്. ബ്രെൻഫോർഡിനെതിരെ ഒരു സീസൺ ഞങ്ങള് 2020-ലോ 2021-ലോ കളിക്കണ സീസണില് ഐവൻ ടോണി ആർസണലിനെ നന്നായിട്ട് ട്രോൾ ചെയ്തൊരു ഇതുണ്ടായിരുന്നു. അത് പുള്ളി കഴിഞ്ഞ അടുത്ത സീസൺ വന്നപ്പോ തിരിച്ച് അത് ഞങ്ങളുടെ ഗെയിം പ്ലാൻ ചെയ്യുന്ന സമയത്ത് പുള്ളി ഐവൻ ടോണിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഈസ് ഇങ്ങനെ പറഞ്ഞ് ഈവൻ നമ്മളെ ടീമിനെ ട്രോൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വീഡിയോ സെക്ഷനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ I don't know how it will go to sign that guy. It depends on the Arteta only now. But Ivan Toney വന്നു കഴിഞ്ഞാൽ that's a sure. I know അവൻ ബ്രെൻഫോർഡിൽ കളിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ സീസണില് 15 above ഗോൾ സ്കോറിംഗ് ഉണ്ട് അവന്. അപ്പോ എസ്പെഷ്യലി ഓഡിഗാർഡ് പോലത്തെ ഉള്ള ഒരു നല്ലൊരു പാസ് മേക്കറും പ്രൊവൈഡർ ഉണ്ടെങ്കിൽ ഷുവർ he can make it like that. അതിലൊരു ചോദ്യമില്ല. പക്ഷെ ക്വസ്റ്റ്യൻ നൗ അർട്ടറ്റ will provide this one to the management. അതിലൊരു ക്വസ്റ്റ്യൻ മാർക്കേ ഉള്ളൂ എനിക്ക്. ബിക്കോസ് ഞങ്ങൾ ആ ഒരു സെഷൻ കണ്ടതുകൊണ്ട്
എനിക്കറിയില്ല അതിനെപ്പറ്റി എങ്ങനെയായിരിക്കും പുള്ളി ചിന്തിക്കാൻ പോകുന്നത്. എല്ലാം പുള്ളിയുടെ കയ്യില്ല. പുള്ളിക്ക് ഒന്നും പാവറൊന്നും പറയില്ല. അതിനെപ്പറ്റി ഒന്നും ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല. പുള്ളി ഹീൽ വെയിറ്റ് ഫോർ ഇറ്റ് വാട്ട് എവർ. ബട്ട് സെയിം വിക്ടർ ഓസ്മനെ സൈൻ ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സീ ലൈക്ക് ഞങ്ങൾ റയനെ സൈൻ ചെയ്യാൻ പോയത് പോലും പെർമനന്റ് സൈൻ ചെയ്യാൻ പറ്റാത്തത് പോലും FFP റൂൾസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവനെ ലോണിൽ ഞങ്ങൾക്ക് മേടിക്കരുത്. പക്ഷെ അത് അടുത്ത ഇയറിൽ എന്തായാലും അത് മേടിക്കും. FFP റൂൾസ് ഇപ്പോഴും പ്രശ്നങ്ങളായിട്ട് ആർസണൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം അഡ്ജസ്റ്റബിൾ ആയിട്ട് പോകുന്നു. പക്ഷെ വിക്ടർ ഓസ്മനെ ഒക്കെ എനിക്ക് തോന്നുന്നില്ല സൈനിങ്. അതൊക്കെ വെരി ബിഗ് ഡ്രീം. But my big dream is signing the Kylian Mbappe on the next summer. That should be just grab that guy and score it. ശരിയാണ്. അല്ല നമുക്ക് ഞാൻ എപ്പോഴും അല്ല, ഞാൻ തമാശ പറയല്ല. ഈ എംബാപ്പയുടെ റൂമറ് പല ക്ലബുകൾ, ഇപ്പൊ ലിവർപൂൾ ആണെങ്കിലും ചെൽസി ആണെങ്കിലും ആർസണൽ ആണെങ്കിലും ഒക്കെ വരുമ്പോ ആൾക്കാർ പറയും നിങ്ങൾക്ക് തലയ്ക്ക് വല്ല പ്രാന്തം അതിനെപ്പറ്റി ചിന്തിച്ചോണ്ടിരിക്കുക. ഞാൻ പറയും ഫുട്ബോളാണ്, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ സാല പോയി കഴിഞ്ഞാൽ ലിവർപൂൾ എംബാപ്പേനെ മേടിച്ചു എന്ന് പറയാം, നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ ചിലപ്പോ ആർസണൽ ഒരു ബിഗ് സ്ട്രൈക്കറിന് ഇത്ര കാലം വെയിറ്റ് ചെയ്യണം, ചിലപ്പോ എംബാപ്പേനെ സൈൻ ചെയ്യാനായിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. അതാ പറഞ്ഞ ഫ്രീ ആയിട്ട്. അപ്പൊ ഞാൻ പറയാം എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അതൊക്കെ ഒരു പോസിബിലിറ്റീസ് ആണ്, നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും കുറെ ക്രിറ്റിക്സ് ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ. അവൻ ടീമിൽ വന്നു കഴിഞ്ഞാൽ അവൻ ഭയങ്കര സെൽഫിഷ് ആയിരിക്കും, മറ്റേതായിരിക്കും മറിച്ചതായിരിക്കും. എവരി പ്ലെയർ ഹാസ് ദാറ്റ് തിങ്സ്. ഫാൻസിന്റെ ഒരു പ്രശ്നം. എല്ലാ ടോപ്പ് പ്ലേയേഴ്സിനും കുറച്ച് സെൽഫിഷ്നെസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ലിവർപൂളിലാണെങ്കിൽ ശിവ അങ്ങനെ പറയാൻ പറ്റും, സാലയ്ക്ക് സെൽഫിഷ്നെസ് ഇല്ല എന്ന് പറയാൻ പറ്റും. ഇല്ല, മാനയ്ക്ക് സെൽഫിഷ്നെസ് ഉണ്ടായിരുന്നില്ല, ഇല്ല. ടോപ്പ് ഗോൾ സ്കോറേഴ്സിനും അല്ലെങ്കിൽ ടോപ്പ് പ്ലേയേഴ്സിനും ഇത്തിരി സെൽഫിഷ്നെസ് അത്യാവശ്യമാണ്. അതൊരിക്കലും ഫിക്സസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോ എന്നിരുന്നാൽ കെവിൻ അത് പറയുമ്പോ പറയുന്നത്, കെവിൻ ഇതുണ്ടല്ലോ, നമ്മൾ ഈ ചെൽസി ഗ്രൂപ്പിൽ എപ്പോഴും ഈ നെയ്മർ വരണം, നമ്മളെ കുറെ ഫാൻസുകളുണ്ട്, നെയ്മർ വരണം, ബാലുവൊക്കെ ഞാനൊക്കെ എംബാപ്പയും CR7 വരണം, ഞാനും ബാലുവൊക്കെ ഒരുപാട് എല്ലാ സ്റ്റാറുകൾക്കും ഈഗോ ഉണ്ട്. ഇപ്പൊ കെവിൻ ഇത് പറഞ്ഞു. ഈ കല്യാൺ ജർണേഴ്സിന്റെ ഒരു പ്രോഗ്രാം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു, ഈ നവരാത്രി പ്രോഗ്രാം. അപ്പം ഒരു കൂട്ടുകാരൻ, ഞാൻ പേര് പറയുന്നില്ല, നടന്റെ പേരും പറയുന്നില്ല, വേറെ ഒരു ചെറിയ നടന്റെ കൂടെ ആ വലിയ നടൻ കാറിൽ കയറാൻ വിസമ്മതിച്ചു, താല്പര്യം കാണിച്ചില്ല. എല്ലാ സൂപ്പർ സ്റ്റാറുകൾക്ക് ഉള്ളതാണ്. ഇവരുടെ വർത്താനം കേട്ടാ വിചാരിക്കും എംബാപ്പയ്ക്കും നെയ്മർക്കും CR7 ഉള്ളൂ. ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ പ്രതീക്ഷിക്കണം. ഇതൊന്നും പ്രതീക്ഷിക്കാതെ പിന്നെ അവൻ സാധാരണക്കാരനായിട്ട് എളിമയായിട്ട് നിൽക്കാന്ന് പറഞ്ഞാലൊന്നും അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവര് ബുദ്ധിമുട്ടുകളും ആ ഒരു സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. ഷാജിയേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു സെയിം ഇൻസിഡന്റ് ഇപ്പൊ നോക്കിക്കാണാൽ എല്ലാരും പറയും അവൻ വന്നതിന് മറ്റേ ഭയങ്കര പ്രശ്നവും, അത്ലറ്റുകൾക്ക് ഭയങ്കര പ്രശ്നവും, മാനേജറിന്റെ പ്രശ്നവും. സി ഹൗ വി സൈൻസ് ട്രോസാർഡിനെ സൈൻ ചെയ്യാനുള്ള മാനേജറായിട്ട് ഭയങ്കര സീനായിരുന്നു. എന്തുകൊണ്ട് അത് നമ്മള് കിട്ടി, ട്രോസാറിനെ കിട്ടി. അവന് അലമ്പായിരുന്നു അന്ന്, ബ്രൈറ്റന്റെ മാനേജറായിട്ട് പ്രശ്നമായിരുന്നു. അവനെ ഇരുത്തി സബ്ഡിക്കേറ്റ് ഇരുത്തി. ഹി റിക്വസ്റ്റഡ് ടു പോസ്റ്റ്പോളി ടു ദി ഔട്ട് ഫ്രോം ദി ബ്രൈറ്റൺ. എന്നിട്ടാണ് അവന് സൈൻ ചെയ്തത്. ഞങ്ങൾക്ക് മുഡ്രിക്കിനായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു, പക്ഷെ മുഡ്രിക്ക് ഔട്ട് കിട്ടിയില്ല, നേരെ ട്രോസാറിനൊക്കെ വെച്ചു. പക്ഷെ ദാറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് സൈനിങ് നൗ ട്രോസാർഡ്. അപ്പോ ഇങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും ദാറ്റ് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ദി മാനേജർ. ഓക്കെ, ഇപ്പൊ എംബാപ്പ വന്നു കഴിഞ്ഞാൽ അവനെ മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ അത് അർട്ടറ്റ എടുത്തോളും. അത് നിങ്ങൾ ആരും ഫാൻസുകാരും നോക്കേണ്ട കാര്യമില്ല. അവനെ ഗോൾ അടിക്കാനുള്ള ഗോൾ അടിക്കും, ചാമ്പ്യൻഷിപ്പ് അടിക്കാൻ ചാമ്പ്യൻഷിപ്പ് അടിക്കും. നിങ്ങൾ കണ്ണടച്ചിരിക്കുക, ആളെ മേടിക്കുക, അത്ര ഞാൻ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ സ്ട്രീമിൽ വന്ന് നമുക്ക് എല്ലാം അടിപൊളിയാക്കി തന്ന 3 പേർക്ക് നന്ദി. നമുക്ക് ഇനിയുള്ള എല്ലാ ആഴ്ചയിലും എല്ലാ വീക്കെൻഡ് ലീഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വീക്കെൻഡ് ലീഗ് ഫിക്സ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ സ്ട്രീമിൽ വരുന്നതായിരിക്കും. അപ്പോ നമുക്ക് മാക്സിമം ഈ പറയുന്ന പോലെ ആൾക്കാരെ റെപ്രസെന്റേറ്റീവ്സിനെ കിട്ടുന്നതാണ് സ്ട്രീം കൂടുതൽ ഹെൽത്തി ആക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റു ഫാൻസിന് ആർക്കെങ്കിലും ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ balu_650 എന്ന് പറയുന്ന എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും സ്പേഴ്സിന്റെയും ഒക്കെ റെപ്രസെന്റേറ്റീവ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇതേപോലെ ഇപ്പൊ നമ്മൾ ഡിസ്കഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും
ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക്, അത്ര തന്നെ ഉള്ളൂ. നമ്മൾ കാര്യമായ Yeah. തല പുകയ്ക്കേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ, അത്രേ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. നമ്മുടെ സ്ട്രീം സക്സസ് ആക്കിയതിന് എല്ലാവർക്കും നന്ദി. അതേപോലെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ പറയാം. ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്. Bye bye. See you. Good night. Good night. Bye. Good night. Bye.